അനുഗ്രഹീതമായ ഈ നല്ല പകലിൽ വിശുദ്ധ ആരാധനയ്ക്ക് ശേഷമായി ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം ഒരു സാവകാശം കൂടെ ദാനം ചെയ്തല്ലോ. കർത്താവിൻ്റെ കൃപ നമ്മോട് കൂടി നമ്മെ സഹായിക്കണം. കഴിഞ്ഞ ഒരു വർഷം IPC ഗ്രീൻ പാർക്ക് ചർച്ചിൻ്റെ സൺഡേ സ്കൂൾ PVPA സഹോദര സമാജ പ്രവർത്തനങ്ങളൊക്കെ വളരെ അനുഗ്രഹീതമായ നിലയിൽ നടത്തപ്പെടുവാൻ കർത്താവ് സഹായിച്ചു. അതിൻ്റെ കമ്പൈൻഡ് ആനിവേഴ്സറിയായി കൂടുവാൻ സ്വർഗത്തിൽ ദൈവം നമുക്കൊരവസരം കൂടെ ദാനം ചെയ്തതിനായി നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാം. സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ആയിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ബ്രദർ ജോം മുൻപോട്ട് കടന്നു വന്ന് തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്തോത്രം. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗ്ഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ ഒരു പ്രാവശ്യം കൂടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹപ്പെട്ട ആരാധനയ്ക്ക് ശേഷം കർത്താവെ ഞങ്ങൾ ആഗ്രഹിക്കുകയും തീരുമാനിക്കുകയും ചെയ്തതായ ഞങ്ങളുടെ ആനിവേഴ്സറിയിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്ന കർത്താവെ, ഇന്ന് പകൽക്കാലം കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിച്ചിവിടെ ആരംഭിക്കുന്ന ഈ മീറ്റിംഗ് വളരെ അനുഗ്രഹമായി നടക്കുവാനിടയായി തീരുമാറാകണം. ഹാലേലൂയ. ഇവിടെ കുഞ്ഞുങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതായ ഹല്ലേലൂയ സ്തോത്രം പെർഫോം ചെയ്യുന്നതായ എല്ലാ പ്രോഗ്രാമുകളും കർത്താവെ ദൈവനാമ മഹത്വത്തിനായി തീരുവാനിടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിൽ കൂടെ കർത്താവെ ചില ഹാലയിലെ ആത്മിക മർമ്മങ്ങൾ ഹാലയിൽ അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുവാനിടയായി തീരട്ടെ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം അവർക്ക് പഠിക്കുവാനുള്ള ബുദ്ധി ജ്ഞാനം അറിയും കൊടുത്തു, നല്ല എക്സാം എഴുതുവാനുള്ള ബലവും ബുദ്ധിയും അറിവും കൊടുത്തു, നല്ല റിസൾട്ട് അവർ കൊടുത്തില്ല കർത്താവെ. അതിൻ്റെ സന്തോഷങ്ങളൊക്കെയും അവരൊന്നിച്ച് ഞങ്ങൾക്ക് ഷെയർ ചെയ്യുവാൻ സ്വർഗമൊരുക്കുന്ന എല്ലാ സമയത്തിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കൂടി വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളെയും മാതാപിതാക്കന്മാരെയും ടീച്ചർമാരെയും ദേവദാസന്മാരെല്ലാം ഒരു പ്രാവശ്യം കൂടെ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. തിരുസാന്നിധ്യം ഞങ്ങളോട് കൂടിയിരിക്കുന്ന നായ സ്തോത്രം, പ്രാർത്ഥനയുടെ നായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. സിയോൻ യാത്രയിൽ മനമേ ഭയമൊന്നും വേണ്ടി നീ എന്ന പാട്ട് ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടി നീയും, സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടി നീയും. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമൻ കൂടെയുള്ളതാൽ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമൻ കൂടെയുള്ളതാൽ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടി ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഘോഷനായി തോന്നിയാലോ,
ഇസ്ഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. സീയോൻ യാത്രയത് മനമേ ഭയമൊന്നും വേണ്ടിനിയോ. യാത്രയത് മനമേ ഭയമൊന്നും വേണ്ടിനിയോ. മനുഷ്യനിരാശ്രയമോ ഇനി വേണ്ട നിശ്ചയമാ. ദൈവത്തിലാശ്രയമോ അത് ഒന്നാണ് എനിക്കഭയം. മനുഷ്യനിലാശ്രയമോ ഇനി വേണ്ട നിശ്ചയമാ. ദൈവത്തിലാശ്രയമോ അത് ഒന്നാണ് എനിക്കഭയം. അബ്രഹാമിൻ ദൈവം ഇസ്ഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം ഇസ്ഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. സീയോൻ യാത്രയത് മനമേ ഭയമൊന്നും വേണ്ടിനിയോ. സീയോൻ യാത്രയത് മനമേ ഭയമൊന്നും വേണ്ടിനിയോ. യാത്രയത് മനമേ ഭയമൊന്നും വേണ്ടിനിയോ. Praise the Lord. Praise the Lord. ദൈവസന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. നമ്മുടെ സൺഡേ സ്കൂള്, PVP, സൗന്ദര്യ സമാജം, സ്തോത്രം, അതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഒരു വർഷം വളരെ അനുഗ്രഹീതമായ നിലയിൽ നടക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. അപ്പോൾ നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി കരേറ്റുക എന്നുള്ളത് നല്ലൊരു സ്വഭാവമാണ്. എല്ലാവരും ഇവിടെ ഉണ്ടോ? അതോ മനോജ് ഭാഷന് മാത്രമേ നിങ്ങൾ ശ്രദ്ധിക്കത്തുള്ളൂ? പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. ഞാനീ പറഞ്ഞ പോലെ മനോജ് ഭാഷ പറഞ്ഞ തൊണ്ട കീറിയൊക്കെ ഇങ്ങനെ ഒത്തിരി സ്ട്രെയിൻ ചെയ്താണ് നമ്മൾ സംസാരിക്കുന്നത്. എന്നിട്ട് നിങ്ങളിതൊന്നും കേട്ട ഭാവമൊന്നും കാണുന്നില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മൾ കൂടുതൽ മുഖവരിയായി പറഞ്ഞ് മുൻപോട്ട് പോകുവാൻ താല്പര്യപ്പെടുന്നില്ല. ദൈവത്തിന് സ്തോത്രം. നാം ഇന്ന് കൂടി വന്നിരിക്കുന്നൊരു ഉദ്ദേശം, കഴിഞ്ഞൊരു വർഷമായി നമ്മുടെ സൺഡേ സ്കൂളും PYP അതുപോലെ സൗന്ദര്യ സമാജത്തിൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ കർത്താവ് വളരെ അനുഗ്രഹീതമായ നിലയിൽ നടത്തുവാൻ കൃപ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. അനേക സഭകളിൽ ഈ പേര് പറയപ്പെട്ട സംഘടനകൾ അല്ലെങ്കിൽ കൂട്ടങ്ങളുണ്ടെങ്കിലും ഒരു വിധത്തിലും അത് പ്രയോജനകരമായി മാറാതിരിക്കുമ്പോൾ കൃപയാൽ ഇന്ന് വരെ നമ്മുടെ ഈ പുത്രികാ സംഘടനയുടെ പ്രവർത്തനങ്ങളൊക്കെ വളരെ അനുഗ്രഹീതമായ എല്ലാ നല്ല ആക്ടിവിറ്റികൾക്കുമായി ദൈവത്തെ സ്തുതിക്കുന്നു. അത് നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇതൊക്കെ ഇന്നത്തെ പ്രോഗ്രാമിൽ വരണ്ടല്ലായിരുന്നു, അപ്പോഴല്ലേ ഞാൻ ശ്രദ്ധിക്കത്തുള്ളൂ, അല്ലാതെ എനിക്കറിയില്ല. Praise the Lord. Now let's enjoy a melodious group song by our Sunday school students. Over to them. Praise Lord. Greetings to all in the matchless name of Savior Jesus Christ. Wherever you lead me, I'm gonna follow. I'm trusting you, God. You are good. Life will get crazy, wild and amazing. I'm trusting you, God. You are good. Wherever you lead me, I'm gonna follow. I'm trusting you, God. You are good. Life will get crazy, wild and amazing. I'm trusting you, God. You are good. I wanna live each day like anything can happen. Can't hardly wait to see what's next. I wanna face this world with wonder and excitement. Face every challenge, every test. Wherever you lead me, I'm gonna follow. I'm trusting you, God. You are good. Life will get crazy, wild and amazing. I'm trusting you, God. You are good. Walk through the valley, climb mountainside. Wherever
anything can happen. Can hardly wait to see what's next. I wanna face this world with wonder and excitement. Face every challenge, every test. Wherever you lead me, I'm gonna follow. I'm trusting you, God, you are good. Life will get crazy, wild and amazing. I'm trusting you, God, you are good. Wherever you lead me, I'm gonna follow. I'm trusting you, God, you are good. Life will get crazy, wild and amazing. I'm trusting you, God, you are good. I'm trusting you, God, you are good. I'm trusting you, God, you are good. Thank you, kiddos, for your melodious group song that you have sung for us. To fill our hearts with God's word, I invite Sarah Vinod George for the psalm reading. Praise the Lord. Psalms 91. Whoever dwells in the shelter of the Most High will rest in the shadows of the Almighty. I will say of the Lord, He is my refuge and my fortress, my God in whom I trust. Surely He will save you from the deadly pestilence. He will cover you with His feathers, and under His wings you will find refuge. His faithfulness will be your shield and rampart. You will not fear the terror of the night, nor the arrows flies by day, nor the pestilence that shook in the darkness, nor the plague that destroys at the midday. Because He loves me, says the Lord, I will rescue him, I will protect him, for He acknowledges my name. He will call on me, and I will answer him. I will be with him in troubles. I will deliver him and honor him. With long life I will satisfy him and show him my salvation. Amen. Thank you, Sarah, for the encouraging Bible verse that you have read for us. Now I invite Neha Sijil for her action song. Praise the Lord, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. എലീശായിൻ വാക്ക് പാലിച്ചു, യോർദാനെ നയമ മുങ്ങി മുങ്ങി പൊങ്ങി, നയമാർ മുങ്ങി പൊങ്ങി മുങ്ങി പൊങ്ങി, നയമാർ മുങ്ങി പൊങ്ങി. 1, 2, 3 ക്രിസ്ത്യൻ തരമേ മാറിയില്ല. 4, 5, 6 ക്രിസ്ത്യൻ തരമേ മാറിയില്ല. 7 തവണ മുങ്ങി പൊങ്ങി നോക്കുവാത്തിരവാച്ചിരവിത് നയമാന്റെ കുഷ്ഠരോ സമ്പൂർണമായി മാറി. 7 തവണ മുങ്ങി പൊങ്ങി നോക്കുവാത്തിരവാച്ചിരവിത് നയമാന്റെ കുഷ്ഠര സമ്പൂർണമായി മാറി. ആമേൻ. Thank you, Neha, for that energetic and soulful performance. Now let's see what the Sahodri Samajam prepared for us. So let's all welcome our wonderful ladies forward. വിശുദ്ധ വേദപുസ്തകത്തിലെ അവസാന പുസ്തകമായ വെളിപ്പാട് 22:10 നാം ഇപ്രകാരം വായിക്കുന്നു: ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. പ്രിയരെ, നമ്മുടെ കർത്താവായ യേശുവിൻ്റെ 2ാം മടങ്ങിവരവിൻ്റെ നാളും നാഴികയും അറിയാത്തതുകൊണ്ട് നാം എപ്രകാരം ആ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കണമെന്നത് യേശു 10 കന്യകമാരുടെ ഉപമയിൽ കൂടി നമ്മെ പ്രബോധിപ്പിക്കുന്നു.
മാനവരാശിക്ക് പുത്തൻ ഉണർവ് നൽകിയ പുതിയ നിയമത്തിലെ മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ നിന്നുള്ള ഈ ഉപമ വർത്തമാനകാല സാഹചര്യത്തിൽ നിന്ന് പുനരവതരിപ്പിക്കുകയാണ് ഇന്നിവിടെ. IPC ഗ്രീൻ പാർക്കിലെ സഹോദരിമാർ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു 10 കന്യകമാർ. ഏവരുടെയും പ്രാർത്ഥനയും സഹകരണവും ഈ വേദിയിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളുന്നു. ഇതാണോ നിങ്ങളുടെ വിശ്വാസം? മണവാളൻ പറഞ്ഞിട്ടില്ലേ അല്പവിശ്വാസികളായിരിക്കരുതെന്ന്. നമ്മൾ പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, വിശ്വാസത്തോടെ ജീവിച്ചു. ഇതൊക്കെ അവർ കേൾക്കാതിരിക്കില്ല. എന്നാ പിന്നെ നമുക്ക് നമ്മുടെ തിരി താഴ്ത്തി വെച്ച് പ്രിയനെ കാത്തിരിക്കാം. അല്ലെങ്കിൽ പ്രിയൻ വരുമ്പോഴത്തേക്ക് നമ്മുടെ വിളക്കിലെ എണ്ണ വെറ്റി നമ്മൾ നിരാശരായി മടങ്ങേണ്ടി വന്നാലോ? അത് ശരിയാ. നമുക്ക് ഉറക്കം വരാതിരിക്കാനായി കർത്താവിനെ പാടി സ്തുതിക്കാം. ഞാനാണ് രാവിലെ എണീച്ച് എത്ര പേർക്ക് ഗുഡ് മോർണിംഗ് മെസ്സേജും ദൈവവചനവും ഒക്കെ ഷെയർ ചെയ്തിട്ടാ എന്തായാലും അറിയാവോ? എടി ഇന്നത്തെ എന്റെ വാട്സപ്പ് സ്റ്റാറ്റസ് എങ്ങനെയുണ്ടായിരുന്നു? ദൈവവചനം സൂപ്പറായിരുന്നു. വചനത്തിലൂടെ ഓരോ കുത്തു കൊടുത്തില്ലെങ്കിൽ നമ്മളൊക്കെ എന്തിനാ ബന്ധുക്കോന്മാരാണ് പറഞ്ഞ് നടക്കുന്നത്? എല്ലാം ദൈവനാമ മഹത്വത്തിനായിട്ടാണ്. നിന്റെ ഈ വചനം നിമിത്തം എന്റെ ഫോൺ ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ബട്ട് അത് കാണുന്ന വചനങ്ങളും കാര്യങ്ങളും നിന്റെ ജീവിതത്തിൽ കാണുന്നില്ലല്ലോ. അത് പിന്നെ എന്റെ കാര്യം പോട്ടെ, നിങ്ങളെങ്കിലും നന്നായിക്കോട്ടെ നോക്കിട്ടാ. അല്ല അതൊക്കെ വിട്ടേക്ക്, ബാക്കി പോകുന്നത് എവിടെ പോയി കിടക്കുവോ? ഞങ്ങളെത്തി. പോയിട്ട് വന്നിട്ട് ലേറ്റ് ആയി. അവിടെ വിചാരം മണ്ണപ്പുറത്ത് വന്ന മണവാളം കൈവെള്ളയെ പൊട്ടിക്കൊണ്ട് പോകണം. പിന്നെ ഞാനാണെങ്കിൽ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിട്ട് നേരെ ഇങ്ങ് പോരുമായിരുന്നു. സിസ്റ്ററിനെ വിളിച്ചില്ല. അപ്പൊ കല്യാണ സദ്യ മിസ്സാക്കേണ്ട, മണവാളന്റെ വരവ് മിസ്സാക്കേണ്ടെന്ന് വിചാരിച്ചേ ഞാൻ വീട്ടിൽ പോലും പോലെ നേരെ ഇങ്ങ് പോകുന്നത്. അവിടുത്തെ കാര്യം ഇനി എന്താണോ ആവോ. എന്റെ കാര്യങ്ങളൊന്നും പറയണ്ട. മൂത്രം നമ്മൾ US ഒന്നും ഇളയവൻ ഓസ്ട്രേലിയയിൽ നിന്ന് വിളിച്ചിരുന്ന് സംസാരിച്ചിരുന്ന സമയം പോലും അറിയില്ല. മാത്രമല്ല സാരി അങ്ങ് അമേരിക്കൻ സാരി ആയതുകൊണ്ട് എത്തിച്ചിട്ടും അതെ, അതൊക്കെ പറഞ്ഞാൽ ഈ മണവാളൻ എന്നെങ്ങാനും വരുമോ? നാളെ കുറെ ആയാലും കേൾക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് വരും, ഇപ്പൊ വരും, നേ വരുന്നു എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ഇന്നെങ്ങാനും എത്തുവാണ്. ഇത് നമ്മൾ കൊച്ചിലെ മുതൽ കേൾക്കുന്നതല്ല. അത് നമ്മളെല്ലാരും എത്തിയല്ലോ. നമുക്ക് സെൽഫി എടുക്കാം. എനിക്ക് ഒരു ക്യാപ്റ്റൻ ഇട്ടേക്കെ കട്ട വെയിറ്റിംഗ് ഫോർ മണവാളൻ. വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് ഉണ്ടായിരുന്നല്ലോ, വെള്ളയും ഉടുപ്പും വിളക്കും എണ്ണയും ഒക്കെ എടുത്തോണ്ട് വരണമെന്ന്. വെള്ളയെടുപ്പ്
എടുത്തിട്ടുണ്ട്, എന്നെ എടുത്തില്ല. നിങ്ങളോ? അയ്യോ, ഞാനും എടുത്തില്ലല്ലോ, ഞാനും മറന്നുപോയി. ഞാൻ ഡ്യൂട്ടിയിൽ നിന്ന് വന്നപ്പോ എടുക്കാനും വിട്ടുപോയി. ഞാനും എടുത്തില്ല കേട്ടോ. ഓ, ഇത് ആവശ്യത്തിനുള്ളതുണ്ട്. അതെ, അതിനെ കുറിച്ചൊന്നും ടെൻഷൻ അടിക്കണ്ട. നമ്മൾ തീർന്നു പോയാലും അവരോട് ചോദിക്കാം. ഇച്ചിരിയൊക്കെ നമുക്ക് തരുമായിരിക്കും. പിന്നെ ഞാനാണ് ഡ്യൂട്ടി കഴിഞ്ഞ് വളരെ ക്ഷീണിച്ചാ വന്നിട്ടത്. എനിക്കൊരു ഉച്ച നേരം വാങ്ങണം. പിന്നെ നമ്മുടെ ആരായിരുന്നു ആ കുഞ്ഞിനാമയോ? പുള്ളിക്കാരി വയ്യാതെ നടക്കണമെന്ന് അറിഞ്ഞല്ലോ. സിസ്റ്റർ പോയെന്നതാണ്. പിന്നെ എനിക്ക് ഇവിടെ 100 കൂട്ടം പ്രോഗ്രാംസ് ഉള്ളപ്പോഴൊക്കെയാണ് എനിക്ക് നല്ല ടയർഡാണ്. ഞാൻ അല്പസമയം മയങ്ങുമ്പോ മണവാളൻ എങ്ങാനും വന്നാൽ എന്നെ ഒന്ന് വിളിച്ചേക്കണേ കേട്ടോ. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 42 മുതൽ 44 വരെ നമുക്ക് വായിക്കാം. നിങ്ങളുടെ കർത്താവ് 7 ദിവസത്തിൽ വരുമെന്ന് നിങ്ങൾ അറിയായിക്കൊണ്ട് ഉണർന്നിരിക്കുകയും കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് നിക്കുദേവൻ അറിഞ്ഞുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തന്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുമെന്ന് അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നുണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിക്കുകയും. അടുത്ത് നമുക്ക് വേറൊരു വേദഭാഗം വായിക്കാം. മത്തായി 24:45-46. എന്നാൽ യജമാനൻ തന്റെ വീട്ടുകാർക്ക് തക്ക സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേൽ ആക്കി വെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസനാൽ യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്ത് കാണുന്ന ദാസൻ ഭാഗ്യവാൻ. എപ്പോൾ വരും മൽപ്രിയനേ, യേശുനായകനേ, എപ്പോൾ വരും? മണവാളൻ വരുന്നു, അവൻ എതിരേൽപ്പാൻ പുറപ്പെടുകയും. നിങ്ങൾക്ക് പോയാലും വരാതിരിക്കാൻ നിങ്ങൾ പോയി വിൽക്കുന്നവരോട് പോയി വാങ്ങിക്കൊള്ളി. അവളുമാരൊരു ഗമേ, അല്പം എണ്ണയല്ലേ ചോദിച്ചുള്ളൂ, അല്ലാതെ ഗ്യാസ് ഒന്നും തരാൻ പറ്റില്ല. വരാൻ താമസിക്കുമ്പോ നമുക്ക് കടയിൽ പോയി വാങ്ങാം. ശരിയാ, പെട്ടെന്ന് പോയി മേടിച്ചിട്ട് വരാം. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ. ലോക സ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന നിങ്ങളുടെ രാജ്യം അവകാശമാക്കിക്കൊള്ളേ. തന്റെ വിശുദ്ധരെ ചേർത്തിടുവാൻ രാജാധിരാജൻ വരുന്നിതാ, തന്റെ വിശുദ്ധരെ ചേർത്തിടുവാൻ. ഇവരൊക്കെ എതിരെ പോയി. മണവാളം വന്നു. ഞാനൊന്ന് നോക്കട്ടെ. മണവാള എന്നെ അറിയില്ലേ? ഞാൻ ഞങ്ങളുടെ നഴ്സിംഗ് ബ്രാൻഡ് കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആള്. എന്നെ അറിയില്ലേ? എനിക്ക് വേണ്ടി കഥ ഒന്ന് തുറക്കാമോ? മണവാളോ? ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ഞാൻ പറയാം മണവാളിനോട്, മണവാൾ എന്നെ അറിയാതിരിക്കത്തില്ല. കർത്താവേ,
നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അങ്ങോട്ട് മാറി നിൽക്കും. കർത്താവ് എന്നെ അറിയാതിരിക്കത്തില്ല. ഫെലോഷിപ്പിലൊക്കെ ആദ്യം മെമ്പറായിരുന്നു. എന്റെ കുടുംബത്തിലാണെങ്കിൽ പാസ്റ്റർമാർ ഒത്തിരി പേരുണ്ടായിരുന്നു. ഞാൻ കുടുംബത്തിലെ 4 തലമുറക്കാരിയാ. കർത്താവെ എനിക്ക് വേണ്ടി തുറക്കണേ. സിസ്റ്റർ, ഞാനൊന്ന് പറയട്ടെ. കർത്താവേ, ഈ വാതിലൊന്ന് തുറക്കണേ. ഇത് ഞാനാ മോളിക്കുട്ടി, സഭാ സെക്രട്ടറിയുടെ ഭാര്യയാ. ഞങ്ങൾ മക്കളെ അയക്കുന്ന വിദേശത്ത് അയക്കുന്ന പണത്തിന്റെ ദശാംശം മുഴുവൻ ഞങ്ങൾ സഭയ്ക്ക് കൊണ്ടുവന്നുണ്ടല്ലോ. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ദശാംശം കൊടുത്തത് ഞങ്ങൾ കർത്താവിനെ അഭിനയിച്ചല്ലോ. ഒന്ന് തുറന്നേക്കണേ. ഈ എളിയ ദാസിക്ക് വേണ്ടി വാതിലൊന്ന് തുറക്കണേ. സത്യം സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അയ്യോ, ഞാൻ ഈ നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? നമ്മളെല്ലാരും കൈവിടപ്പെട്ടു പോകുന്നല്ലോ. എന്ത് ചെയ്യും? ഇനി നമ്മൾ എന്ത് ചെയ്യും? ഒരു കാര്യം മനസ്സിലായി. നാം ഈ ലോകത്തിൽ എന്തെല്ലാം വാരിക്കൂട്ടിയാലും പരിശുദ്ധാത്മാവ് ദാനം പ്രാപിച്ചില്ലെങ്കിൽ അത് നഷ്ടമായി പോകും. നാം ഓരോരുത്തരും പരിശുദ്ധാത്മാവ് ദാനം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. പ്രിയരെ, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ തടവിലായിരുന്നു, നിങ്ങൾ കാണുവാൻ വന്നു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു. കർത്താവേ, ഇതൊക്കെ ഞങ്ങൾ എപ്പോൾ ചെയ്തു? എന്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തരം നിങ്ങൾ ചെയ്തിടത്തോളം നിങ്ങൾ എനിക്കാകുന്നു ചെയ്തത്. ഞങ്ങൾ അങ്ങനെ ഒന്നും നിന്നെ കണ്ടിട്ടില്ലല്ലോ. എന്റെ ഈ ഏറ്റവും ചെറിയ ഒരാൾക്ക് നിങ്ങൾ ചെയ്യാത്തിടത്തോളം നിങ്ങൾ എനിക്കാകുന്നു ചെയ്യാതിരുന്നത്. പ്രിയരെ, നിങ്ങൾ നിത്യജീവനിലേക്കും നിങ്ങൾ നിത്യ കോപാഗ്നിയിലേക്കും പോകുവേ. കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവെ, ഞങ്ങളെ കൈവിടരുതേ. കർത്താവേ, ഞാൻ സഭയ്ക്ക് വേണ്ടി കൊടുത്തതെല്ലാം വെറുതെ ആയിപ്പോയല്ലോ. എന്റെ കർത്താവേ, പ്രാർത്ഥിച്ചതെല്ലാം വെറുതെ ആയിപ്പോയല്ലോ. ദൈവമേ, ഞങ്ങളെ കൂടെ ചേർത്ത് കൊള്ളണമേ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് IPC ഗ്രീൻ പാർക്ക് വുമൺ ഫെലോഷിപ്പിന്റെ സ്കിറ്റ് വളരെ മനോഹരമായി നമ്മുടെ IPC ഗ്രീൻ പാർക്ക് വുമൺ ഫെലോഷിപ്പിലുള്ള സഹോദരിമാർ അവതരിപ്പിക്കുവാനിടയായി. നിങ്ങളെല്ലാവരും ഇത് കണ്ട് ഒരു പക്ഷേ ചിരിച്ചു കാണുമായിരിക്കും, വളരെ രസകരമായി തോന്നിയായിരിക്കും. പക്ഷെ ആത്മീയമായിട്ട് ഇതിന്റെ പുറകിൽ ഒരു വലിയ മർമ്മം ഒളിഞ്ഞു കിടക്കുന്നു. ഈ ഉപമ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കർത്താവിന്റെ വരവ് എപ്പോഴാണെന്ന് നമുക്ക് അറിയത്തില്ല. കർത്താവ് നിലയ്ക്കാത്ത നാഴികയിൽ വരും. ഇവിടെ ജ്ഞാനമുള്ള കന്യകമാർ ഒരുങ്ങിയിരുന്നു, അതുകൊണ്ട് അവർ കർത്താവിനോടൊപ്പം പ്രവേശിച്ചു. ലോകത്തിന്റെ മായാവലയത്തിൽ അകപ്പെട്ട് ഭൗതിക സുഖങ്ങൾ തേടി അലയുമ്പോൾ അനുദപിച്ച് ദൈവത്തിൽ അഭയം പ്രാപിപ്പാൻ ഓരോ വിളിക്കുമായി നമുക്ക് കാതോർക്കാം. നമ്മുടെ പാരമ്പര്യമോ സമ്പത്തോ വിദ്യാഭ്യാസമോ പ്രശസ്തിയോ ഒന്നും സ്വർഗരാജ്യം അവകാശമാക്കാനുള്ള യോഗ്യതകളല്ല. സാത്താന്റെ പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ ജാഗരൂകരായിരിക്കും. നമുക്ക് ദൈവസന്നിധിയിൽ താഴ്മയോടെ പ്രാർത്ഥിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവിന്റെ രണ്ടാമത്തെ വരവിനായി കാത്തിരിക്കാം. അങ്ങനെ നിലയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നമ്മുടെ വിശ്വാസം, സ്നേഹം, ആത്മീയജീവിതം ഇതൊക്കെ കാത്തുകൊണ്ട് നമ്മുടെ കർത്താവിനെ വരവേൽപ്പാൻ നമുക്ക് എല്ലാവർക്കും ഒരുങ്ങി നിൽക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. That was truly inspiring. We believe that the message was delivered so powerfully. Thank you, Sahodri Samajam, for your wonderful performance. Now I invite Ephraim Jom to present a short story. Praise Lord.
Greetings to you in the matchless name of our Lord and Savior Jesus Christ. Today I'm going to be reciting a very interesting story to you. So, once there was a boy. He was brought up in a good, caring, and loving family. His parents cared very much for him. But like many other children, he was a bit naughty. He was addicted to phone and TV. He never helped his parents doing household chores, nor even wanting to attend any prayers or church meetings. His parents were a bit worried, so they became a bit strict. They sometimes even hide his mobile phone and TV remote so that he can reduce his screen time, and even encouraged him to read more from the Word of God and pray more so that he can be close to God, and even encouraged him to baptize. But a few years passed. This boy grew older. He thought to himself one day that my life, I need to live it like my way. I don't want anyone to tell me what to do. So one night when his parents were sleeping, he decided to leave his house and go far away to a place where no one will recognize him. So he decided to pack some valuable things and money and some food and water so that it could sustain him till he reaches his destination. And early morning, before his parents woke up, he departed in a cycle to a place where no one would want to recognize him. He departed, he started his journey. Many hours passed. He left the city and entered into an area where it was famous for robberies and thefts. There were many crimes in that place. He entered the area. It was very lonely and dark. The boy was scared. There was forest on one side, and the forest was full of wild creatures. He was scared, but he didn't want to return back to the city and meet his parents. So he told to himself that he should continue this journey. And late at night, some robbers met him, chased after him, and noticed that he had many valuables and money. So they took his bag, his cycle, everything brutally beaten up, and left him unattended there in the road. This boy was badly hurt. He was at the brink of death, and many travelers passed by, but no one wanted to attend him. And then after some time, a kind doctor came to him. He saw this young boy badly hurt and was a bit compassionate and was sympathetic for him. So he urgently took him to a nearby hospital, got him treated, and even paid for his treatment. Because of this kind man, the boy was saved. The moral of the story we can learn from this is that the love and guidance of our parents are always better for us. It is guaranteed for us to secure a right and bright future. This story has been referred from Ephesians chapter 6 verse 1. Children, obey your parents in the Lord, for this is right. Thank you. A beautiful message for all of us. Thank you, Ephraim. Now let's enjoy an energetic action song by Nathan. In my wrestling and in my doubts, in my failures, you won't walk out. Your great love will lead me through. You are the peace in my troubled sea. Whoa, you are the peace in my troubled sea. In the silence, you won't let go. In the questions, your truth will hold. Your great love will lead me through. You are the peace in my troubled sea. Whoa, you are the peace in my troubled sea. My lighthouse, shining in the darkness, I will follow you. Oh, my lighthouse, I will trust the promise. You will carry me safe to shore. Oh,
tomorrow brings. With each morning I'll rise and sing. My God's love will lead me through. You are the peace in my troubled sea. Whoa, you are the peace in my troubled sea. Oh, you are my light, my lighthouse, my lighthouse, shining in the darkness. I will follow you. Oh, my lighthouse, my lighthouse. I will trust the promise. You will carry me safe to shore. Safe to shore. Safe to shore. Safe to shore. Thank you. That was full of energy, life, and joy. Thank you, Nathan, for that. Now I invite Karen Maria Maju to share the thought for the day. Praise the Lord. I'm here to say the thought for the day. Jesus loves me and I follow him every day. Just like a small light shines in the dark, I want to shine God's love through kindness, obedience, and prayer. As the Bible says, let your light shine before others. Matthew 5 verses 16. So today, let us all be little lights for Jesus. Thank you. A small thought with big impact. Thank you, Karen, for your meaningful thought. Now I invite Brian Gino for his solo song. Praise the Lord. I'm going to sing a Hindi Christian song which some of you are familiar with. आएगा वो बादलों पर लेने हमें जलाल मसीह आएगा वो बादलों पर लेने हमें जलाल मसीह क्या तू संग होगा हाँ क्या तू साथ चलेगा क्या तू संग होगा हाँ क्या तू साथ चलेगा हो जा तैयार नहीं रह जाएगा यहाँ आएगा वो बादलों पर लेने हमें लाल मसीह आएगा वो बादलों पर लेने हमें जलाले मसीह स्वर्ग का देश अनोखा है शांति आनंद सभी हमेशा का है स्वर्ग का देश अनोखा है शांति आनंद हमेशा का है रात ना दिन रहेगा प्रभु का साथ होगा रात ना दिन रहेगा प्रभु का साथ होगा हो जा तैयार नहीं रह जाएगा यहाँ आएगा वो बादलों पर लेने हमें यीशु आएगा वो बादलों पर लेने हमें यीशु Thank you. That was truly mesmerizing and truly grateful. Thank you, Brian, for that. Now it's time for the Word of God. I invite Pastor Manoj Casey Uncle to deliver today's message. Praise the Lord. ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരകനായി ഞാനെൻ്റെ മെസ്സേജിനെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ഏറ്റവും രസകരമായ വളരെ മനോഹരമായ പ്രോഗ്രാമുകൾ ഇനിയും നമ്മൾ കാണാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ആ സന്ദർഭത്തിൽ ഞാനൊരു പ്രസംഗത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിലും നമ്മൾ ഏത് പ്രോഗ്രാമിനും ദൈവജനത്തിന് പ്രാധാന്യം നൽകുന്നത് കൊണ്ട് ഞാൻ അധികം സമയമെടുക്കില്ല. ഒരിക്കൽ ഒരു മനുഷ്യൻ തൻ്റെ ശുശ്രൂഷ കഴിഞ്ഞ് തൻ്റെ ഭവനത്തിലേക്ക് ഒരു സ്ട്രീറ്റിലൂടെ യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്യുമ്പോൾ ദീർഘവർഷങ്ങൾക്ക് മുമ്പാണ്. യാത്ര ചെയ്യുന്ന സമയത്ത് വളരെ അർദ്ധരാത്രി സമയമായി. ഒരു സ്ട്രീറ്റിൽ
ഒരരണ്ട വെളിച്ചത്തിൽ കുറേ തെരുവ് നായ്ക്കളോടൊപ്പം വിവസ്ത്രനായ ഒരു 7 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞ്, ഒരു മോൻ നായ്ക്കളുമായിട്ട് മല്ല് പിടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പക്ഷെ നായ്ക്കൾ അവനെ ഉപദ്രവിക്കുന്നില്ല. അദ്ദേഹം തൻ്റെ കയ്യിലിരുന്ന ക്യാമറ എടുത്ത് ആ ചിത്രം താൻ ഒപ്പിയെടുത്തു. പിന്നെ പോകാൻ ശ്രമിച്ചപ്പോൾ തൻ്റെ മനസ്സനുവദിക്കുന്നില്ല. ആ തെരുവ് നായ്ക്കൾ ആ കുഞ്ഞിനെ കടിച്ചു കീറുമോ എന്നുള്ള ഭയം കൊണ്ട് താൻ തൻ്റെ വാഹനമായി പുറകേട്ട് വന്നപ്പോൾ ആ മനുഷ്യൻ കുഞ്ഞിനോട് ചോദിച്ചു, ഓണടിച്ചിട്ട് അവനെ വിളിച്ചു. വളരെ സ്മാർട്ട് ബോയ് ആയിരുന്നു, വളരെ സ്മാർട്ടായൊരു കുഞ്ഞാണ്. അവനോട് ചോദിച്ചു, എന്താ? ഉടനെ ആ കുഞ്ഞ് പറഞ്ഞു, ഒന്നുമില്ല. പിന്നെ നീ നായ്ക്കൾ നിന്നെ ഉപദ്രവിക്കില്ലേ? അവൻ പറഞ്ഞില്ല. അതേ, ഞങ്ങളും ഈ നായ്ക്കളും ഞാനുമെല്ലാം ഇവിടുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. എല്ലാ ദിവസവും അടുത്തുള്ള ഹോട്ടലിലെ ആഹാര പദാർത്ഥങ്ങൾ അധികം വരുന്നത് ഇവിടെയാണ് കൊണ്ട് വിക്ഷേപിക്കുന്നത്. പക്ഷെ ഇന്നലെ അവർ കൊണ്ടുവന്നില്ല, ഇന്നാണ് കൊണ്ടുവന്നത്. അതുകൊണ്ട് നായ്ക്കൾ പറയുന്നു എനിക്ക് തരില്ലെന്ന്. ഞാൻ പറഞ്ഞു നിങ്ങളെക്കാൾ മുമ്പ് ഞാൻ കഴിക്കുമെന്ന്. അത്രയേ ഉള്ളൂ. ഇവൻ്റെ ശബ്ദമൊക്കെ കേട്ട അവൻ വളരെ സ്മാർട്ടായി സംസാരിക്കുന്നത് കേട്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു, ആട്ടെ നിൻ്റെ പേരെന്താ? അവൻ പറഞ്ഞു, എൻ്റെ പേര് ഫ്രെഡി എന്നാ. അപ്പോൾ ചോദിച്ചു, നിനക്ക് എൻ്റെ കൂടെ വരാൻ ആഗ്രഹമുണ്ടോ? ഉടനെ ആ കുട്ടി പറഞ്ഞു, അങ്കിൾ എനിക്ക് കഴിക്കാൻ ആഹാരം തരുമോ? അവൻ പറഞ്ഞു, തീർച്ചയായിട്ടും. ആ കാറിൽ ആ വിവസ്ത്രനായ, കുളിച്ചിട്ടില്ലാത്ത, മുടി ചീകി ഒതുക്കിയിട്ടില്ലാത്ത ആ 7 വയസ്സുകാരനെ തൻ്റെ വാഹനത്തിൽ കയറ്റി അവനെ വീട്ടിൽ കൊണ്ടുപോയി. ആ തെരുവുനായ്ക്കളോടെല്ലാം അവൻ ടാറ്റ പറഞ്ഞിട്ടാണ് ആ കാറിൽ യാത്ര ചെയ്യുന്നത്. ഈ മിഷണറിയുടെ വീട്ടിൽ ചെന്നതിന് ശേഷം അദ്ദേഹം തൻ്റെ ഭാര്യയെ വിളിച്ചു. ഭാര്യ ഇറങ്ങി വന്ന് ഈ പുതിയ അതിഥിയെ കണ്ട് ആരാ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇതെല്ലാം വിശദീകരിച്ചു. ഇതേ പ്രായമുള്ളൊരു ഒരു മകൻ ഈ വീട്ടിലുണ്ട്. അവൻ്റെ മനോഹരമായ ഡ്രസ്സ് ഇവനെ കുളിപ്പിച്ച് ഇവനെ കൊടുത്തു. അവന് ആഹാരം കൊടുത്തപ്പോൾ ആർത്തിയോടി കുഞ്ഞ് ഭക്ഷിക്കുകയാണ്. ദിവസങ്ങളായി ഇവൻ ആഹാരം കഴിച്ചിട്ട് ഇത്ര രുചികരമായ ഭക്ഷണം അവൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ആരൊക്കെയോ കഴിച്ചതിൻ്റെ അവശിഷ്ടങ്ങൾ കഴിച്ചിട്ടുള്ള ഈ കുഞ്ഞ് ആദ്യമായിട്ടാണ് ഒരു ചിക്കൻ്റെ പൂർണ്ണമായ രൂപം കാണുന്നത്. ബ്രെഡ് ആരൊക്കെയോ കഴിച്ച് അധികം വന്ന സൈഡ് മാത്രമുള്ള ബ്രെഡിൻ്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണെന്ന് ഈ കുഞ്ഞ് ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ മിഷണറി ദമ്പതികൾ തീരുമാനിച്ചു, നമുക്കിവനെ സ്ട്രീറ്റിൽ വിടണ്ട, നമ്മുടെ മകനായി ഇവനെ നമുക്ക് വളർത്താം. അവർ അടുത്ത ദിവസമായി ഇവനോട് സംസാരിക്കാൻ തുടങ്ങി. അവൻ്റെ പിതാവാരെന്ന് അവനറിയില്ല, അവൻ്റെ മാതാവാരെന്നും അവനറിയില്ല. പകരം ആ മാതാപിതാക്കളായി അവരെ അവൻ സ്വീകരിച്ചു. അവനെ അവർ അടുത്തൊരു സ്കൂളിൽ വിട്ട് പ്രാഥമിക വിദ്യാഭ്യാസം നൽകി. പക്ഷെ അവൻ അവിടെ നിന്നില്ല. അവൻ പഠിക്കാൻ തുടങ്ങി. ബഹുമിടുക്കനായ ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നവൻ. പഠിച്ച് അവൻ്റെ ആ പട്ടണത്തിൽ നിന്ന്, ഗവർണറുടെ കയ്യിൽ നിന്ന് അവൻ്റെ ബിരുദത്തിൻ്റെ സർട്ടിഫിക്കറ്റ് അവൻ വാങ്ങി. ഇനിയും അവന് ഒരു ജോലിക്ക് പോകണം. ഈ വളർത്തു മാതാപിതാക്കൾ അവനെ അവിടുന്ന് വളരെ മൈലുകൾ ദൂരമുള്ള ഒരു പട്ടണത്തിലേക്ക് അവനെ ജോലിക്ക് അയക്കുകയാണ്. ജോലിക്ക് അയക്കാൻ നേരം ഈ വളർത്തു പിതാവായ മിഷണറി ഒരു കവറെടുത്തിട്ട് പറഞ്ഞു, മോനെ, ഈ കവറിൻ്റെ അകത്ത് ഞാൻ 2 ചിത്രങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ട്. നീ താമസിക്കുന്ന വീടിൻ്റെ പ്രധാന വാതിലിൽ അകത്ത് ഈ ചിത്രം നീ 2 പതിപ്പിക്കണം. നീ രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് നീ ആ 2 ചിത്രങ്ങളിൽ നോക്കിയിട്ട് ഇങ്ങനെ പറയണം, ഈ 1-ാമത്തെ ചിത്രത്തിൽ നിന്ന് ഈ 2-ാമത്തെ ചിത്രത്തിലേക്ക് എന്നെ കൊണ്ടുവന്ന ദൈവമേ, അങ്ങേക്ക് സ്തോത്രം. നീ ജോലി കഴിഞ്ഞ് തിരികെ വന്ന് നിൻ്റെ ഷൂ
ഊരി നീ റാക്കിലൊക്കെ വെച്ച് നിൻ്റെ കഥവടച്ച് നീ അകത്ത് കിടക്കുമ്പോൾ വീണ്ടും ഈ ചിത്രത്തിൽ നോക്കിയിട്ട് പറയണം, ഈ ഒന്നാമത്തെ ചിത്രത്തിൽ നിന്ന് ഈ രണ്ടാമത്തെ ചിത്രത്തിലേക്ക് എന്നെ കൊണ്ടുവന്ന ദൈവമേ അങ്ങേക്ക് സ്തോത്രം. ഏതായിരുന്നു ഒന്നാമത്തെ ചിത്രം എന്നറിയാമോ? വിവസ്ത്രനായി 7 വയസ്സുള്ള തെരുവ് നായ്ക്കളോടൊപ്പം ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി മല്ല് പിടിച്ച ഒരു കൊച്ചു പ്രതിഭ. പക്ഷേ രണ്ടാമത്തെ ചിത്രം എന്നറിയാമോ? ആയിരക്കണക്കിന് ആൾക്കാരെ സാക്ഷി നിർത്തി മനോഹരമായ ഗൗണൊക്കെ ധരിച്ച് അവരുടെ ഗവർണറുടെ കയ്യിൽ നിന്ന് അവൻ ബിരുദത്തിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിയ രണ്ടാമത്തെ ചിത്രം. നമുക്കെല്ലാം ഇതുപോലെ ഒരൊന്നാമത്തെ ചിത്രവും ഒരു രണ്ടാമത്തെ ചിത്രമുണ്ട്. ഇന്ന് കാണുന്ന ചിത്രമായിരുന്നില്ല നമ്മുടെ ഒന്നാമത്തെ ചിത്രം. പക്ഷെ അവിടുന്ന് ഇവിടെ വരെ കൊണ്ടുവന്നത് സർവശക്തനായ ദൈവമാണ്. വിടരുന്നതിന് മുമ്പേ കൊഴിഞ്ഞു പോയ പൂക്കൾ പോലെ ശിശിരങ്ങൾ കാണാൻ നമ്മൾക്ക് കഴിയില്ല എന്ന് ലോകം വിധിച്ചിടത്തു നിന്ന് ഋതുഭേദങ്ങളിലൂടെ യാത്ര തിരിച്ച് ഇന്ന് നാം എത്തിച്ചേർന്ന മണ്ണ് എത്ര ശ്രേഷ്ഠമാണ്. അതിന് നമ്മെ പ്രാപ്തമാക്കിയത് ആരുടെയൊക്കെയോ കണ്ണുനീരാണ്, ആരുടെയൊക്കെയോ പ്രാർത്ഥനയാണ്. അവരാണ് നമ്മളെ ഇവിടെ എത്തിച്ചെങ്കിൽ നമുക്ക് പിറന്ന മക്കളെ നാം സഞ്ചരിച്ച പാതയിലൂടെയോ അതിനപ്പുറം ദൈവകൃപയിൽ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നമ്മുടേതല്ലേ? നിങ്ങളിവിടെ അവതരിപ്പിച്ച ഒന്നാമത്തെ സ്കിറ്റിൽ എത്ര നൂതനമായ സന്ദേശമുണ്ട്. നൂറുകണക്കിന് വാക്യങ്ങൾ അനവധി മൊബൈൽ ഫോണുകളിലേക്ക് നമ്മൾ സെൻഡ് ചെയ്യുന്നവരാണ്. ഒട്ടനവധി പ്രസംഗങ്ങൾ ഷെയർ ചെയ്തവരാണ്. അതൊക്കെ നല്ലതാണ്. പക്ഷേ പ്രത്യാശയുടെ പൊൻപുലരിയിൽ നമ്മുടെ അരുമനാഥൻ്റെ കാകളനാദം കേൾക്കുമ്പോൾ നമുക്കും പറന്നുയരുവാൻ ചിറകറ്റുപോയ ഷഡ്പദങ്ങളായി നമ്മൾ മാറും. എന്താണ് ഷഡ്പദത്തെ മനോഹരമാക്കുന്നറിയാമോ? അതിൻ്റെ ശരീരമല്ല, അതിൻ്റെ ഭംഗിയുള്ള ചിറകുകളാണ്. ചിറകില്ലാത്തത് ഷഡ്പദങ്ങളെ ആരും സ്നേഹിക്കില്ല. ഏതൊരു പൂമ്പാറ്റയും നമ്മൾ സ്നേഹിക്കുന്നതിൻ്റെ ഉടലിനെയല്ല, പകരം അതിൻ്റെ ചിറകുകളാണ്. ചിറകുകളാണ് അതിൻ്റെ വർണ്ണങ്ങൾ. ഞാൻ പറയട്ടെ, നമ്മുടെ പ്രത്യാശയാണ് നമ്മുടെ ചിറക്. നമ്മുടെ നിത്യതയാണ് നമുക്ക് പറന്നെത്താനുള്ള ഇടം. അവിടേക്കുള്ള നമ്മുടെ പ്രയാണത്തിൽ കാലിടറാതെ ഈ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് യാത്ര തുടരാം. എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം. Thank you, Pastor Uncle, for that powerful and inspiring message. Now let's witness a meaningful tableau by PYPA. ആ നിശയുടെ നിശബ്ദതയിൽ മുകളിലെ മുറിയിലൊന്നിൽ ചരിത്രം മാറാൻ പോകുന്ന ഒരു രാത്രിയിൽ സ്നേഹം ഒരു മേശയ്ക്കരികിലിരുന്നു. അവർ സുഹൃത്തുക്കളായി വന്നുകൂടി, ശിഷ്യന്മാരായി വന്നുകൂടി. ഇതവരുടെ അവസാന വിരുന്നാണെന്നറിയാതെ. പക്ഷേ അവൻ അറിഞ്ഞിരുന്നു. വഞ്ചനയും അവൻ അറിഞ്ഞിരുന്നു, വേദനയും അവൻ അറിഞ്ഞിരുന്നു, അവനെ കാത്തിരുന്ന ക്രൂശും അവൻ അറിഞ്ഞിരുന്നു. എങ്കിലും അവൻ സ്നേഹം തന്നെ തിരഞ്ഞെടുത്തു. അവൻ അപ്പമെടുത്തു, അതിനെ മുറിച്ചു. ഇത് നിങ്ങൾക്കായി കൊടുക്കുന്ന എൻ്റെ ശരീരമാണ്. അവൻ പാനപാത്രമെടുത്തു, അത് പങ്കിട്ടു. ഇത് നിങ്ങൾക്കായി ചൊരിയുന്ന എൻ്റെ രക്തമാണ്. ഒരു ആചാരമായല്ല, ഒരു വാഗ്ദാനമായി, ഒരു ത്യാഗത്തിൻ്റെ വാഗ്ദാനം, ഒരു വീണ്ടെടുപ്പിൻ്റെ വാഗ്ദാനം. സ്നേഹം ഒരിക്കലും തോൽക്കില്ല എന്ന വാഗ്ദാനം. തൻ്റെ സ്നേഹിതരിൽ ഒരുവൻ അവനെ വഞ്ചിക്കുമെന്നറിഞ്ഞിട്ടും മറ്റുള്ളവർ അവനെ നിഷേധിക്കും എന്നറിഞ്ഞിട്ടും അവനെ സേവിക്കുന്നത് അവൻ തിരഞ്ഞെടുത്തു. അവനോട് ക്ഷമിക്കുവാൻ അവൻ തയ്യാറായി. കാരണം സത്യമായ സ്നേഹം ഒരിക്കലും വിട്ടുപോകുന്നില്ല. അവസാന വിരുന്ന് അവസാനമായിരുന്നില്ല, അത് ഒരു തുടക്കമായിരുന്നു. ഒരു സ്നേഹത്തിന്റെ തുടക്കം, ഒരു ക്രൂശ് ചുമക്കുന്ന സ്നേഹം, ലോകത്തിന്റെ ഭാരമേറ്റ സ്നേഹം, വിജയത്തോടെ ഉയർത്തെഴുന്നേൽക്കുന്ന സ്നേഹം. ഇന്നും ആ മേശ ഒരുക്കിയിരിക്കുന്നു. ആ ക്ഷണം ഇന്നും നിലനിൽക്കുന്നു.
അവൻ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ, അവൻ സേവിച്ചതുപോലെ സേവിക്കാൻ, എല്ലാം നഷ്ടമായാലും കൊടുക്കാൻ. ഇതൊരു കഥ മാത്രമല്ല, ഇത് ഒരു വിളിയാണ്. നീ ആ മേശയിലേക്ക് വരുമോ? That was beautifully portrayed, both meaningful and memorable. Thank you, PYPA, for your meaningful performance. We believe that this tableau brought a great impact in all of our lives. Now I invite Austin Jom for Bible verses by heart. Praise Lord to everyone. I'm going to recite Psalms 100. Shout for joy to the Lord, all the earth. Worship the Lord with gladness. Come before him with joyful songs. Know that the Lord is good. It is he who made us. We are his people, the sheep of his pasture. Enter his gates with thanksgiving and his courts with praise. Know that the Lord is good. His love endures forever. His faithfulness continues through all generations. Amen. Thank you. Wonderful. That was excellent. Confidence is truly what shapes a man. Thank you, Austin. Now, once again, let's enjoy a group song by Sahodri Samajam. Praise the Lord. കുഞ്ഞാടിൻ കല്യാണ നാളിൽ കാന്തനെ എതിരേൽക്കാൻ പോകാം. യുഗായുഗം വാണിടും സ്വർഗീയ സിയോനിൽ കാലമേറെ ഇനിയില്ല സോദരാ. മാനസാന്തരപ്പെടൂ സോദരാ. കുഞ്ഞാടിൻ കല്യാണ നാളിൽ കാന്തനെ എതിരേൽക്കാൻ പോകാം. യുഗായുഗം വാണിടും സ്വർഗീയ സിയോനിൽ കാലമേറെ ഇനിയില്ല സോദരാ. മാനസാന്തരപ്പെടൂ സോദരാ. പാപം നിറഞ്ഞ ലോകവാസം വിട്ടകന്നേശുവിൽ ചേരാം. ആ സ്നേഹവചനങ്ങളാവോളം നുകരുവാൻ വൈകിടല്ലേ കാലമായി സോദരാ. കാലമധികമില്ല പ്രിയ സോദരാ. പാപം നിറഞ്ഞ ലോകവാസം വിട്ടകന്നേശുവിൽ ചേരാം. ആ സ്നേഹവചനങ്ങളാവോളം നുകരുവാൻ വൈകിടല്ലേ കാലമായി സോദരാ. കാലമധികമില്ല പ്രിയ സോദരാ. കുഞ്ഞാടിൻ കല്യാണ നാളിൽ കാന്തനെ എതിരേൽക്കാൻ പോകാം. യുഗായുഗം വാണിടും സ്വർഗീയ സിയോനിൽ കാലമേറെ ഇനിയില്ല സോദരാ. മാനസാന്തരപ്പെടൂ സോദരാ. വേഗം വരാമെന്നു വാക്കു തന്നവൻ സ്നേഹിപ്പാൻ പഠിപ്പിച്ചു ഭൂവിൽ. തമ്മിൽ തമ്മിൽ കരുതേണം ഈ ലോകയാത്രയിൽ. എന്റെ യേശു മാത്രമാണേകരക്ഷ. പ്രത്യാശയോടെ നാം കാത്തിരിപ്പു. വേഗം വരാമെന്നു വാക്കു തന്നവൻ സ്നേഹിപ്പാൻ പഠിപ്പിച്ചു ഭൂവിൽ. തമ്മിൽ തമ്മിൽ കരുതേണം ഈ ലോകയാത്രയിൽ. എന്റെ യേശു മാത്രമാണേകരക്ഷ. പ്രത്യാശയോടെ നാം കാത്തിരിപ്പു. കുഞ്ഞാടിൻ കല്യാണ നാളിൽ കാന്തനെ എതിരേൽക്കാൻ പോകാം. യുഗായുഗം വാണിടും സ്വർഗീയ സിയോനിൽ കാലമേറെ ഇനിയില്ല സോദരാ. മാനസാന്തരപ്പെടൂ സോദരാ. കുഞ്ഞാടിൻ കല്യാണ
മാനസാന്തരപ്പെടൂ സോദരാ, കാലമേറെ ഇനിയില്ല സോദരാ, മാനസാന്തരപ്പെടൂ സോദരാ. That was really soothing. Thank you, Sahodri Samajam, for your mesmerizing voice. Now let us get ready for a special presentation, a short film by PYPA. വെച്ച് നോക്കുമ്പോൾ വലിയൊരു ജനാവലി ഇപ്പോൾ അവരോടൊപ്പം പഴയ യുദ്ധത്തിൽ അവരിപ്പോൾ വളരുന്നു. നാം അവരെ തടയണം. അവർക്ക് കരുത്ത് കൂടിക്കൂടി വരുന്നുണ്ട് ഈ ദിവസങ്ങളിൽ. അവരെ മുമ്പോട്ട് പോകാൻ അനുവദിക്കുന്നു. എന്താ ഈ പുതിയ കേസ്? ആരെങ്കിലും എതിർപ്പ് വല്ലതും പ്രകടിപ്പിച്ചിട്ടുണ്ടോ? ചില മിഷണറി ഫാമിലി നമ്മുടെ കയ്യിലുണ്ട്. സമയം അതിക്രമിച്ചു പോയാൽ നമ്മുടെ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ജനങ്ങൾ പല ഗ്രൂപ്പുകളാണ്, അതത്ര എളുപ്പമല്ല. അത് പാടില്ല. അതെ, വളരെ ശരിയാണ്. ജനത്തെ നമ്മുടെ കൂടെ നിർത്തണം. ഇനി ഇത് വളരാൻ അനുവദിച്ചുകൂടാ. ശക്തി കൊണ്ടും നിയമപരിരക്ഷ കൊണ്ടും നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരിക്കും. വിത്ത് പവർ നമുക്ക് നേടാൻ കഴിയും. Who can stand against us? നാം ഒരുമിച്ച് നിന്നാൽ നമുക്ക് പലതും നേടുവാൻ സാധിക്കും. ഈ വർഗത്തെ നമുക്ക് തുടച്ചു നീക്കാൻ ഭൂമുഖത്തു നിന്ന്. When are we going home? I'm feeling scared. Will we get hit by them? അവള് പേടിക്കില്ല കേട്ടോ, നമുക്കൊന്നും പറ്റത്തില്ല. യേശുക്രിസ്തു നമ്മളെ സൂക്ഷിച്ചു. ഓക്കെ, Papa, how will Jesus save us? How will Jesus help us? ദൈവം നമ്മളെ രക്ഷിക്കും. ദൈവം രക്ഷിക്കുന്ന കഥ പപ്പ പറഞ്ഞുതരാം. മോൾ അത് കേട്ട് പറയുന്നു കേട്ടോ. പണ്ടൊരു ഗോഡ് ഫിയറിംഗ് ആയിട്ടൊരു ഗേൾ ഉണ്ടായിരുന്നു. ആ ഗേളിന്റെ പേരായിരുന്നു എസ്തേർ. ആ എസ്തേറിന് ഒരു അങ്കിൾ ഉണ്ടായിരുന്നു. അങ്കിളിന്റെ പേരായിരുന്നു A young മൊർദെഖായി. girl who grew up under the wise and caring guidance of her uncle Mordecai. She was humble and obedient and trusted God with all her heart. One day, she became the queen of Shushan by God's favor. For a time, the palace was filled with peace and comfort, but soon, darkness began to rise. Haman, a trusted official of the king, made a cruel decision to destroy all the Jews. When Mordecai learned of this, he stood at the palace gate, weeping. She was fearful, but Mordecai's words echoed in her heart. Perhaps you were chosen for this very moment. Esther found her purpose. Her fear became faith, prayed, and found strength. With courage in her heart, she walked toward the king. The king raised his hand, and justice was declared. With her prayerful dedication,
the shadow of Haman was removed and peace was restored. Esther stepped into history, trusting in God. പ്രാർത്ഥിച്ചു ഇവര് നാം എസ്റ്ററിനെ പോലെ ഗോഡ് ഫിയറിംഗ് ആണെങ്കിൽ നമുക്കൊന്നും പേടിക്കാനില്ല. ദൈവം നമ്മളെ സൂക്ഷിച്ചോളും. ഇനി ഉണയിക്കോ. ഗുഡ് നൈറ്റ്. And destroying a statue by the Virgin Mary. Papa, the TV showing that a church got attacked. The TV showing that a church got attacked. Growing wave of violence targeting India's religious minorities. Our observer headed up a fact-finding report now because the Christian community was accused of converting similar opinions. There are more than 300 incidents reported from various parts of the country. Prayer meetings are attacked, pastors are attacked. These attacks have increased after the Hindu Nationalist Party came to power and they are increasing more and more. The Hindu Nationalist Party leader. ദൈവമേ അവിടുന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ദൈവമേ ഞങ്ങളെ ഒന്ന് സഹായിക്കണമേപ്പാ. പിന്നെ ദൈവമേ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. നാഥാ ഞങ്ങളെ വിടുവിക്കണമേ എന്ന് അപേക്ഷിക്കുന്നപ്പാ. ദൈവമേ ആ പാസ്റ്ററേയും കുടുംബത്തെ രക്ഷിക്കണമേ. നാഥാ ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളെ വിടുവിക്കണമേ അപ്പാ. ദൈവമേ അവിടുന്ന് കൃപ തോന്നും. താങ്ക് യു ജീസസ്. ദൈവമേ അവിടുന്ന് സംസാരിച്ചതിനായി നന്ദി, സഹായിച്ചതിനായി നന്ദി. ദൈവമേ നിന്റെ ജനത്തെ വിടുവിപ്പാൻ, നിന്റെ ജനത്തെ സഹായിപ്പാൻ അവിടുന്ന് വേലക്കാരെ കൊച്ചിന് വല്ലതും കൊടുത്തോ? നീ എന്താണ് കഴിക്കാത്ത? നീ എപ്പോഴും മൊബൈലിനകത്ത് വിളിച്ചോണ്ടിരിക്കുന്നത്? ഏത് സമയത്ത് നീ മൊബൈലിനകത്താണല്ലോ. നീ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. എനിക്കൊരു മെസ്സേജ് എന്താ എന്നെ കാണിച്ചേ? പാസ്റ്റും കുടുംബമാണല്ലോ നോക്കിയേ. ഓ എന്ത് പറ്റടാ? എനിക്കറിയത്തില്ല, മലയാളം വായിച്ചപ്പോ എനിക്കറിയത്തില്ല. നോക്കിയ ഒപ്പടെ ഫോണിൽ ശരി. പാസ്റ്ററും കുടുംബത്തെയും ഒരു പാസ്റ്ററും കുടുംബത്തെയും ക്രിസ്ത്യവിരോധികൾ മർദ്ദിച്ചത് എപ്പോഴും കേൾക്കാനേ ഉള്ളൂ. हेलो, हाँ गुरु, कहाँ पर हो? भाई मुझे तेरे से मिलना था, कुछ बात करनी थी. ठीक है, हाँ मैं आता हूँ. हाँ ठीक है, इतने देर में इतने समय मिलते. ठीक है, वो चल क्या रहा है? बस चालू वही करके तो वो दोनों उस टाइम बहुत. अरे यार देखना, तू अभी भी इस पे लगा हुआ है ना. करते रहे मेरे तेरी करे वो जब से फोन में ही तुम लोग नहीं बैठा नहीं यार होगा यार. अरे यार मैंने सुना एक जगह वो भी निकला यार, मैंने देखा था यार. धुरंधर है क्या? शायद वही है, वही मैंने देखा था यार. भाई धुरंधर का तो सुनने में आया कि टिकट मिल नहीं रहा है और बहुत सारा फंडिंग भी मिल गया है. अरे चल कौन से लेवल पे तो एक टाइम पर चलेंगे चलो चलते हैं. कौन ले रहा है? मेरा तो अच्छा फोन है, कैमरा नथिंग है इसका फोन. अरे वीवो है भाई के पास. अरे यार चलो आ जाओ एक बार. आईफोन है. मैं गरीब हूँ.
क्या हो रहा है? कुछ अच्छा सा नहीं लग रहा। दोस्तों के साथ घूम के भी आया बट कुछ तो दिक्कत है। पता नहीं क्या हो रहा है। कुछ अच्छा करने की कोशिश कर रहा हूँ बट नहीं हो रहा है। और क्या मैं सही ट्रैक पे हूँ? इतना सब कुछ कोशिश कर रहा हूँ बट कुछ हो क्यों नहीं रहा है? हर जगह जाके लास्ट मोमेंट में angry people attacking a church, striking police. गॉड ऐसे क्यों हो रहा है? बेचारे पास्टर एंड फैमिली, चर्च की हालत देख के बहुत बुरा लग रहा है। कुछ कर भी नहीं रहे हम लोग, अपना बस मसीह को प्रेयर करते हैं एक चर्च के अंदर। ऐसे क्यों? गॉड क्या चाहते हो आप मेरे से? क्या मैं इसके कुछ काम आऊंगा? आप मेरे से कुछ चाहते हैं? मैं इस सही ट्रैक में चल रहा हूँ, दुनियादारी में इतना सब कुछ किया, कोई खुशी नहीं, कुछ भी नहीं। क्या हो रहा है मेरे साथ? इस साल का मेरा प्रॉमिस लॉस। ओह जीसस, हालेलुया। यीशु के पिता खुदावन, मैं तेरे चरणों में आता हूँ खुदावन, हालेलुया। ये सुंदर समय के लिए तेरा धन्यवाद खुदावन, हालेलुया। प्रभु जी क्षमा कीजिएगा, हालेलुया। मेरी कमी घटियों को तेरे चरणों में रखता हूँ खुदावन। जिस प्रकार तूने मुझे इस साल का वचन दिया है खुदावन, हालेलुया। जब आप मेरे साथ हो मुझे कोई छू नहीं सकता, मुझे कोई दुख नहीं पहुंचा सकता खुदावन, हालेलुया। तेरा बहुत बहुत धन्यवाद खुदावन, हालेलुया। प्रभु जी इस दुनिया में जो भी कुछ हो रहा है खुदावन, उन सब के खिलाफ प्रोजेक्ट खड़े होने के लिए तुम मुझे मौका दीजिएगा, हालेलुया। आपके वचन लेके आपके लोगों के बीच में निकल के प्रभु जी आप जो कहना चाहते हैं प्रभु जी वो मैं उन लोगों से कह पाऊँ खुदावन, आपके वचन के द्वारा। तो मदद कीजिएगा प्रभु जी, हालेलुया। प्रभु जो भी कमी घटी है खुदावन, हालेलुया, तेरे चरणों में रखता हूँ खुदावन। प्रभु जी आगे आने वाले समय में तू मुझे उपयोग कर खुदावन, हालेलुया।
मैं जहाँ पे भी जाऊँ आपके वचन लेके प्रभु जी। Breaking news from northern India. Pastor George Anthony from Kerala, along with his family, has been released after being detained over allegations of religious activity in Indian villages. Authorities confirmed that no evidence was found against the family. God was with us in our darkest days. He saved us from the fear. Today we stand here because of His grace. Let His name be glorified. God hears the prayers of His children. Many are now referring to this as the real mission story. Very creative and impactful. Well done to the entire team. A powerful presentation with a story message. Excellent effort. Now comes the most exciting part of today's program, the prize distribution. I invite Sahodri Samajam and Sunday school representatives to proceed with the prize distribution. ബഹുമാനപ്പെട്ട പാസ്റ്റർ കെ വി ജോസഫ്, ഇന്ന് നമ്മുടെ മധ്യത്തിൽ കടന്നു വന്ന് ദൈവവചനം ശുശ്രൂഷിച്ച ബഹുമാനപ്പെട്ട പാസ്റ്റർ മനോജ് കെ സി, ഇന്നത്തെ ആനിവേഴ്സറി ആങ്കറിങ് ചെയ്ത കുഞ്ഞുങ്ങൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ ആദ്യമായിട്ട് അറിയിക്കുന്നു. ഇപ്രകാരം അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ആരാധനയ്ക്ക് ശേഷം നമ്മുടെ PIP സൺഡേ സ്കൂൾ സഹോദരി സമാജം ആനിവേഴ്സറിയോടനുബന്ധിച്ചായിരിക്കാൻ സ്വർഗം സഹായിച്ച വിധങ്ങൾക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവത്തിൻ്റെ കൃപയാൽ സഹോദരി സമാജത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെയും വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഞങ്ങൾ ചിന്തിച്ചതിലധികമായിട്ട് ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചു. ഞങ്ങൾ സഹോദരിമാർ ഒരുമിച്ച് ചേർന്ന് നിന്ന് കൈയോട് കൈ കോർത്ത് നിന്നുകൊണ്ട് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിച്ചു. അത് ഞങ്ങളുടെ കഴിവോ മിടുക്കോ സാമർഥ്യമോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ ഒരു കരുണയാൽ മാത്രമേ ഉള്ളൂ. അതിൻ്റെ പുറകിൽ ഞങ്ങളുടെ ചർച്ചിൻ്റെ പ്രാർത്ഥനയും അതുപോലെ സപ്പോർട്ടും സഹകരണവും എല്ലാം കൂടെ ഇരുന്നു. അതിനായി നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഈ സമയത്ത് ഞാൻ ആദ്യമായിട്ട് അറിയിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മൾ പല പ്രോഗ്രാമൊക്കെ നടത്തുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. എന്നാൽ അതിലുപരിയായി ഞങ്ങളെല്ലാ തേർഡ് സൺഡേയിലും നമ്മുടെ സഹോദര സമാജത്തിൻ്റെ മീറ്റിംഗ് ക്രമമായി വയ്ക്കുവാൻ ദൈവം സഹായിച്ചു. അതിനകത്ത് ഞങ്ങൾ 2 പ്രോഗ്രാം ഉൾപ്പെടുത്തിയിരുന്നു. ഒന്ന് ബൈബിൾ ക്യൂസ്, ഒന്ന് സോങ് റെഫറൻസ്. അപ്പോൾ അന്ന് ഞങ്ങൾ പറഞ്ഞായിരുന്നു ബൈബിൾ ക്യൂസിൽ ഏറ്റവും കൂടുതൽ പോയിൻറ്റ്സ് മേടിക്കുന്നവർക്കും സോങ് റെഫറൻസിൽ ഏറ്റവും കൂടുതൽ പോയിൻറ്റ്സ് മേടിക്കുന്നവർക്കും ഞങ്ങൾ ആനിവേഴ്സറിയുടെ സമയത്തൊരു പ്രൈസ് കൊടുക്കുന്നതായിരിക്കും എന്ന് ഞങ്ങൾ പറഞ്ഞായിരുന്നു. അങ്ങനെ ആ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തതിൽ ഞാൻ അവരുടെ പേരുകൾ വായിക്കുന്നു. ഈ സമയത്ത് ഞങ്ങളുടെ ബൈബിൾ ക്യൂസ് ഒരു വർഷം കണ്ടക്ട് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ പോയിൻറ്റ്സ് മേടിക്കാനായിട്ട് നമ്മുടെ സിസ്റ്റർ ലിയ സോണുവിനെ ദൈവം ബലപ്പെടുത്തി. പ്രിയ സിസ്റ്ററിനെ ഈ സമയത്ത് ഞാൻ മുന്നോട്ട് ക്ഷണിക്കുന്നു. അത് കൊടുക്കുവാൻ വേണ്ടി നമ്മുടെ പാസ്റ്റർ ആൻറ്റി മുന്നോട്ട് കടന്നു വന്ന് ഈ പ്രൈസ് കൊടുക്കുന്നതായിരിക്കും.
അടുത്ത നമ്മൾ സോങ് റെഫറൻസ് നടത്തുവാനായിട്ട് ദൈവം സഹായിച്ചു. അതിനകത്ത് കൂടുതൽ പോയിന്റ്സ് മേടിക്കാനായിട്ട് നമ്മുടെ സിസ്റ്റർ ഷീജ ജോമിനെ ബലപ്പെടുത്തി. സിസ്റ്റർ ഷീജയെ ഞാൻ മുന്നോട്ട് ക്ഷണിക്കുന്നു. അത് കൊടുക്കുവാനായിട്ട് നമ്മുടെ പാസ്റ്ററിനെ മുന്നോട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്ത ഒരു സമ്മാനം കൂടെ കൊടുക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ നമ്മുടെ സഹോദരി സമാജത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മുടെ പാസ്റ്ററും കുടുംബവും വളരെ ആക്റ്റീവായിട്ട് നമുക്ക് വേണ്ടതായ എല്ലാ സഹകരണവും ഉത്തേജനവും എല്ലാ സപ്പോർട്ടും ചെയ്ത് നമ്മൾ ഇത്രത്തോളം സഹോദരി സമാജത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെയും വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നടക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. അതിൻ്റെ പിന്നിൽ അവരുടെ പ്രാർത്ഥന, അതുപോലെ സഭയുടെ പ്രാർത്ഥനയും പല കാര്യങ്ങൾ നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങളിലൊക്കെ പാസ്റ്ററും പാസ്റ്റർ ആൻറ്റിയൊക്കെയും വളരെ ആത്മാർത്ഥതയോടുകൂടെ നമ്മളോട് സഹകരിച്ചു. ഈ സമയത്ത് അവരോടുള്ള സ്നേഹസൂചകമായിട്ട് ഞങ്ങൾ ഒരു ചെറിയ സമ്മാനം അവർക്ക് കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി എല്ലാ സഹോദരി സമാജത്തിൻ്റെ കൗൺസിൽ മെമ്പർ, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ മുന്നോട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. നിങ്ങളുടെ വീട് പണിതില്ല, അതിനുവേണ്ടി ഞങ്ങൾ താങ്ക് യു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാ. Next, I invite Sunday School Headmaster for the prize distribution. പ്രൈസ് ദി ലോർഡ്. നമ്മൾ 4 മണിയാണ് പറഞ്ഞത്, എന്നാൽ 4 മണിക്ക് മുന്നേ നമ്മുടെ പ്രോഗ്രാമുകളെല്ലാം തീരുവാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ചിന്തിച്ചതിലും വളരെ നേരത്തെ പ്രോഗ്രാമുകളെല്ലാം തീരുവാൻ ദൈവമായ കർത്താവ് ഇടവരുത്തി. ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവജനം, കർത്താവിൻ്റെ വലിയ ദാസന്മാർ, എല്ലാവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. സൺഡേ സ്കൂളിൻ്റെ ഒരു വർഷക്കാലം കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനും അവരെ പഠിപ്പിക്കുവാൻ ടീച്ചർമാരെയും ദൈവം വിലപ്പെടുത്തി. തടസ്സങ്ങളോ മുടക്കുകളോ ഒന്നും കൂടാതെ എല്ലാ സൺഡേയിലും ചൂടത്തും തണുപ്പത്തും മഴയത്തുമൊക്കെയും കുഞ്ഞുങ്ങളും കടന്നു വന്ന് ടീച്ചേഴ്സൊക്കെയും ആത്മാർത്ഥയോടെ കടന്നു വന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ വചനം പഠിപ്പിച്ച് ബലപ്പെടുത്തിയ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മൾ 24 വരെ നമ്മൾ ഓവറോൾ ചാമ്പ്യന്മാരായിരുന്നു സ്റ്റേറ്റിൽ. എന്നാൽ കഴിഞ്ഞ വർഷം നമുക്ക് കുഞ്ഞുങ്ങൾ തീരെ കുറവായിരുന്നു. എങ്കിലും കുറച്ച് ഗ്രേഡുകൾ നമുക്ക് കിട്ടുവാനിടയായി തീർന്നു. കുറച്ച് കുഞ്ഞുങ്ങൾക്ക് ഗ്രേഡുകൾ കിട്ടുവാനിടയായി തീർന്നു. അവരെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ഞാൻ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നു. ഈ കുഞ്ഞുങ്ങൾ കാണിക്കുന്നതായ അവർ ചെയ്യുന്നതായ എല്ലാ പ്രവർത്തനത്തെയും അവരുടേതായ പഠനത്തോടനുബന്ധിച്ച് സൺഡേ സ്കൂൾ പഠിക്കുകയും അവരുടെ ബോർഡ് എക്സാം, അവരുടെ ഫൈനൽ എക്സാമൊക്കെ നടക്കുന്ന സമയങ്ങളിലാണ് സൺഡേ സ്കൂളിൻ്റെ എക്സാമുകളൊക്കെ നടന്നത്. എന്നാലും അവർ സമയം കണ്ടെത്തി ഇത് പഠിക്കുവാനും നല്ലതുപോലെ പോയി പ്രസൻറ്റ് ചെയ്യുവാനും ഒക്കെയും കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തി. നമ്മുടെ 10 കുഞ്ഞുങ്ങളും പോയി എക്സാം എഴുതുവാൻ ഇടയായി തീർന്നു. അവരെല്ലാം നല്ലതുപോലെ എഴുതി. അവർ എഴുതിയതിനനുസരിച്ച് അവർക്ക് നല്ല മാർക്ക് കിട്ടുവാനും ഇടയായി തീർന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്തും ശുശ്രൂഷയെ ഓർത്തും നിങ്ങൾ തുടർന്നും പ്രാർത്ഥിക്കണം. ഈ വർഷവും എഴുതുന്ന കുഞ്ഞുങ്ങൾ നല്ല മാർക്കോടെ അവർ പഠിച്ചതൊക്കെ നല്ലതുപോലെ എഴുതി നല്ല മാർക്കോടെ
അവർ പുറത്തു വരുവാനിടയായി തീരണം. അതിനുവേണ്ടി നമുക്ക് അവരെയും ഓർത്ത് പ്രാർത്ഥിക്കണം. ആദ്യമായിട്ട് സ്റ്റേറ്റിൽ നമുക്ക് ഗ്രേഡ് കിട്ടിയ കുഞ്ഞുങ്ങൾക്കാണ് ആദ്യം സമ്മാനം കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. സമ്മാനം എൻ്റെ സഹായത്തിന് വേണ്ടി ഞാൻ ബെറ്റ്സിയെ മുന്നോട്ട് ക്ഷണിക്കുന്നു. സമ്മാനങ്ങൾ എടുത്തു തരുവാൻ പാസ്റ്റർ ജോൺ തോമസ് വാഷ് മുന്നോട്ട് കടന്നു വരും. ഈ ശുശ്രൂഷയിൽ നമ്മളെ സഹായിക്കുന്നതായിട്ടും സമ്മാനം കൊടുക്കുവാൻ. ആദ്യമായിട്ട് ഓസ്റ്റിൻ ജോം, ക്ലാസ് 4, സ്റ്റേറ്റിൽ 2nd. രണ്ടാമത് എഫ്രൈം ജോൺ, ക്ലാസ് 10, സ്റ്റേറ്റ് 3rd. അടുത്തതായിട്ട് സ്നേഹ വിനോദ് ജോർജ്, ക്ലാസ് 10, സ്റ്റേറ്റ് 3rd. അടുത്തതായിട്ട് ജോഹാൻ ജിനു, ക്ലാസ് 11, സ്റ്റേറ്റ് 2nd. താങ്ക് യു പാസ്റ്റർ. അടുത്തതായിട്ട് നമ്മുടെ ചർച്ചിൽ, ഞാൻ ഒന്നുകൂടെ പറയുന്നു, നമ്മൾ ഈ വർഷം പഠിപ്പിക്കുന്ന ടീച്ചർമാർക്കോ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കല്ല, കഴിഞ്ഞ വർഷം പഠിച്ച കുഞ്ഞുങ്ങൾക്കും പഠിപ്പിച്ച ടീച്ചർമാർക്കുമാണ് നമ്മൾ സമ്മാനം കൊടുക്കുന്നത്. ഇതിൽ പിന്നെ ലാസ്റ്റ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകരുത്, ഞാൻ ഒരു ക്ലിയർ ചെയ്യുകയാണ്. നമ്മുടെ ചർച്ചിലെ സൺഡേ സ്കൂൾ പഠിച്ച എല്ലാ കുഞ്ഞുങ്ങൾക്കും നമ്മൾ ഒരേ സമ്മാനം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനായിട്ട് ഞാൻ പേര് വിളിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും മുന്നോട്ട് കടന്നു വരും. അതിന് ആദ്യമായിട്ട് സമ്മാനം കൊടുക്കുവാൻ നമ്മുടെ സോദരി സമാജത്തിൻ്റെ പ്രസിഡന്റ് പാഷാൻ്റെ മുന്നോട്ട് ക്ഷണിക്കുന്നു. ആരും ഇല്ല വെളിയിൽ. പേര് വിളിക്കുന്നവരെല്ലാം വെളിയിലാണ്. ചായയൊക്കെ പിന്നീടാന്നേ. നേഹ സിജിൽ, നേതൻ കുരുവിള, കാരൻ മജു, കയ്യടി നടക്കട്ടെ കുഞ്ഞുങ്ങൾക്ക്. താങ്ക് യു പാഷാൻഡി. അടുത്തായിട്ട് ഞാൻ നമ്മുടെ സെക്രട്ടറിയെ ക്ഷണിക്കുന്നു. ഉണ്ടോ? ജോയൽ സോനു വർഗീസ്, ഓസ്റ്റിൻ ജോം, താങ്ക് യു സാജു ബ്രദർ. അടുത്ത സമ്മാനം കൊടുക്കുവാൻ കോശങ്ങളിലല്ലേ അച്ചൻകുച്ചാനെ ക്ഷണിക്കുന്നു. സ്നേഹ വിനോദ് ജോർജ്, സേറ വിനോദ് ജോർജ്, ബ്രയാൻ ജിനോ, താങ്ക് യു അച്ചൻകുച്ച. അടുത്തായിട്ട് മനോജ് പാഷ്ക്ക് വരാൻ പറ്റുമോ? നേരത്തെ വിളിച്ചപ്പോൾ ഇല്ലായിരുന്നു. പ്ലീസ് കം ഫോർവേഡ്. എഫ്രൈം ജോം, സ്നേഹ വിനോദ് ജോർജ്,
Abel Sonu Varghese. And Johan Gino. Thank you, Pastor. Thank you. അടുത്തതായിട്ട് ബിജു ട്രഷററെ ക്ഷണിക്കുന്നു കൊടുക്കാൻ. ബിജു പ്ലീസ് കം ഫോർവേഡ്. അടുത്ത എൻകറേജ്മെൻറ്റ് ഗിഫ്റ്റാണ്. ജോർഡൻ പ്ലീസ് കം ഫോർവേഡ്. ജിതിൻ്റെ മോൻ പോയോ? ആൽവിൻ്റെ മോൻ. ആൻറ്റി പ്ലീസ് കം ഫോർവേഡ്. അടുത്തായിട്ട് ടീച്ചേഴ്സിനുള്ള ഗിഫ്റ്റ് കൊടുക്കാൻ പാസ്റ്റർ കെ.വി. ജോസഫിനെ മുന്നോട്ട് ക്ഷണിക്കുന്നു. ഡോക്ടർ ഹെൽവിൻ വന്നിട്ടില്ല. ബ്രദർ സുബൈൻ വർഗീസ്. ഡോക്ടർ ഹെൽവിൻ്റെ പിന്നെ അവനും ഫെലോമന് കൊടുക്കണം. അല്ലാതെ കൊടുക്കണം. ഡോക്ടർ നിഷയുടെ ഗിഫ്റ്റ് അവിടെ വെച്ചിട്ട് വരുമ്പം കൊടുക്കാം. ഡോക്ടർ ഫിലോമോൻ. സിസ്റ്റർ ലിയ. കനമുള്ള ഗിഫ്റ്റുകളാണ്. സിസ്റ്റർ അനിത. സിസ്റ്റർ ബെറ്റ്സി. അടുത്തായിട്ട് ഹെഡ് മാസ്റ്റർ. അങ്ങനെ ഹെൽഗ ഫോർ ആക്ഷൻ സോങ് ടീച്ചർ. അങ്ങനെ നമ്മുടെ സമ്മാനങ്ങളെല്ലാം ഇവിടെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഇനി അടുത്തായി 2 സ്പെഷ്യൽ സമ്മാനങ്ങൾ കൊടുക്കാനുണ്ട്. ഒന്ന് നമ്മുടെ ഗസ്റ്റ് പാസ്റ്റർ മനോജ് പാസ്റ്ററെ മുന്നോട്ട് ക്ഷണിക്കുന്നു. അടുത്ത പാസ്റ്റർ കെ.വി. ജോസഫ്. അങ്ങനെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ വളരെ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുന്നു. താങ്ക് യു. To express our gratitude, I invite Maju George Peter Uncle for the vote of thanks. പ്രൈസ് ദി ലോർഡ്. ബഹുമാനപ്പെട്ട നമ്മുടെ പാസ്റ്റർ കെ.വി. ജോസഫ്, നമ്മുടെ ഇന്ന് ഗസ്റ്റ് ആയിരിക്കുന്ന പാസ്റ്റർ മനോജ്, അതുപോലെ ഇപ്പം നമ്മുടെ ഒപ്പം ആയിരിക്കുന്ന പാസ്റ്റർ ജോൺ തോമസ്, കൂടി വന്നിരിക്കുന്ന എല്ലാ PYP സെൻറ്റർ സ്കൂൾ, വുമൻസ് ഫെലോഷിപ്പ്, ചർച്ച് മെമ്പേഴ്സ്, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം.
കഴിഞ്ഞ വർഷം ഏപ്രിലിൽ സഭാമധ്യേ പ്രാർത്ഥിച്ച് നമ്മൾ സൺഡേ സ്കൂള് PYPA വുമൻ ഫെലോഷിപ്പ് പ്രാർത്ഥിച്ച് നമ്മളൊരു ടീമിനെ ഹാൻഡ് ഓവർ ചെയ്തിരുന്നു. ആ ടീം വളരെ ഭംഗിയായിട്ടൊരു വർഷക്കാലം അവരുടെ സേവനങ്ങളൊക്കെ ചെയ്യുവാനും ഇന്നേ ദിവസം ആരാധനയ്ക്ക് ശേഷം ആനിവേഴ്സറി നടത്തുവാനും ഒക്കെയും ദൈവം കർത്താവ് നമ്മളെ സഹായിച്ചു. ആദ്യം തന്നെ വലിയവനായ ദൈവത്തിന് സകല മാനവും മഹത്വവും ഞാൻ അർപ്പിക്കുന്നു. ദൈവം നമ്മളെ ഇനിയും ധാരാളമായി അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം നമ്മുടെ പാസ്റ്റർ ഈ തുടക്കത്തിൽ തന്നെ ഓർമ്മിച്ച പോലെ പല ചർച്ചുകളിലും PYPയും സൺഡേ സ്കൂളും സഹോദരി സമാജം ഉണ്ടെങ്കിലും നമ്മുടെ ചർച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ടീമിനെയും മോട്ടിവേറ്റ് ചെയ്യും, എൻകറേജ് ചെയ്യും, അവർക്ക് ആവശ്യമായ എല്ലാ സപ്പോർട്ടും കൊടുത്ത് നമ്മുടെ കൗൺസിൽ മെമ്പേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ചർച്ചിൻ്റെ എൽഡേഴ്സ് ആയിരിക്കുന്ന നമ്മുടെ പാസ്റ്റർ ഉൾപ്പെടെയുള്ള എല്ലാ എൽഡേഴ്സിനെയും പ്രത്യേകം ഞാൻ ഈ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. അവർ മുഖാന്തരമാണ് നമുക്കിങ്ങനൊരു അവസരം ഒരുക്കുകയും നമ്മൾക്ക് പെർഫോം ചെയ്യാനും ഉള്ള ഫ്രീഡവും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള ടോപ്പിക്സ് തിരഞ്ഞെടുക്കുകയും വളരെ ക്രിയേറ്റീവായിട്ടുള്ള രീതിയിൽ ഈ കാലഘട്ടത്തിൽ ഒരു ഒത്ത രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യാനൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും നമുക്കുള്ള ഫ്രീഡം തന്ന ചർച്ച് എക്സിക്യൂട്ടീവ്സ്, കൗൺസിൽ മെമ്പേഴ്സ്, അതുപോലെ എൽഡേഴ്സിനോടുള്ള നന്ദി പ്രത്യേകം ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നത്തെ ദിവസത്തെ ഗസ്റ്റായിട്ട് നമ്മളോട് ദൈവവചനം സംസാരിപ്പാൻ പാസ്റ്റർ മനോജ് പ്രത്യേകം പാസ്റ്റർ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. പാസ്റ്റർ ശാരീരികമായ ക്ലേശങ്ങളുണ്ടായിട്ടും നമ്മുടെ യൂത്തിന് പ്രിഫറൻസ് തന്നു, അല്ലെങ്കിൽ നമ്മുടെ യങ്സ്റ്റേഴ്സിന് പ്രിഫറൻസ് തന്നുകൊണ്ടുകൂടി ഇപ്പോൾ ദൈവവചനത്തിൽ കൂടിയും അതുപോലെ എൻകറേജിങ് വാക്കുകളിൽ കൂടിയും പാസ്റ്റർ നമ്മളെ വളരെയധികം സപ്പോർട്ടും നമ്മളെ എൻകറേജും ചെയ്തു. പാസ്റ്ററോടുള്ള പ്രത്യേക നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ജോൺ തോമസ് പാസ്റ്റർ നമ്മളോടൊപ്പം നിന്ന് ചേരുവാനിടയായി. പാസ്റ്റർ നമ്മുടെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷന് നമ്മളെ സഹായിക്കാൻ ജോൺ തോമസ് പാസ്റ്റർ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പാസ്റ്ററോടുള്ള നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ സൺഡേ സ്കൂളിലെ ഭാരവാഹികളെ പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. അവർ വളരെയധികം പരിശ്രമിച്ച് അവർ കുഞ്ഞുങ്ങളെ അതിനുവേണ്ടി എക്യൂപ്പ് ചെയ്യും. ഒരു വർഷത്തെ കളക്റ്റീവായിട്ടുള്ള എഫേർട്ടും അതുകൂടാതെ വളരെ ഷോർട്ട് നോട്ടീസിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും അവരെ പ്രസൻറ്റ് ചെയ്യിപ്പിക്കാനും ഒക്കെ അവരെ കേപ്പബിളായിട്ട് അവർ ചെയ്യാനൊക്കെയും അവർ സഹായിച്ചു. സൺഡേ സ്കൂൾ മെമ്പേഴ്സും സൺഡേ സ്കൂളിലെ എല്ലാ ഭാരവാഹികളോടുള്ള പ്രത്യേകമുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ തന്നെ വുമൻസ് ഫെലോഷിപ്പ് വളരെയധികം എഫേർട്ട് എടുത്ത് വളരെ കളർഫുള്ളായിട്ടും വളരെ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള പ്രസൻറ്റേഷൻസ് ആണ് കണ്ടിന്യൂസ് അവർ ചെയ്തുകൊണ്ട് വന്നത്. ഈ വർഷം ഒട്ടും തന്നെ കുറയ്ക്കാതെ നല്ലൊരു പ്രസൻറ്റേഷൻ അവർ പ്രസൻറ്റ് ചെയ്യാൻ സഹായിച്ചു. അവരോടുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ പ്രോഗ്രാമിന് വളരെ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടൊരു ഈവൻ്റ് ആയിരുന്നു അവർ ചെയ്തതെല്ലാം. PYPയിലെ ഭാരവാഹികൾ ഓർത്ത് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ കാലഘട്ടത്തിന് ഒത്തവണ്ണം നമ്മൾ വെളിയിൽ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യലായിട്ട് കാണുന്നതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള പെർഫോമൻസ് കാണിക്കുവാൻ അവർ മുന്നോട്ട് വന്നു. അവർക്ക് അതിനകത്ത് തന്നെ ടീമിനുണ്ടായിരുന്ന വളരെ സ്കില്ലായിട്ടുള്ള ആൾക്കാർ നമ്മൾ കണ്ടു കാണും. ഇവിടെ പ്രസൻസ് ഇല്ലാത്ത ആൾക്കാർ നിഷ ഇവിടെ ഇല്ല എങ്കിൽ പോലും നിഷ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. വളരെ എഫക്റ്റീവ് ഒരു ഷോർട്ട് നോട്ടീസിൽ 2 ആഴ്ച കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യുവാൻ അവരെ സഹായിച്ചു. വളരെ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടൊരു പ്രസൻറ്റേഷൻ എല്ലാ ഈവൻസും നല്ലതായിട്ട് ചെയ്യാൻ അവരെ സഹായിച്ചു. PYP മെമ്പേഴ്സിനുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ ചർച്ചിലെ എൽഡേഴ്സും ബിലീവേഴ്സും ഇത്രയും യൂഷ്വലി സൺഡേ ഉച്ച കഴിഞ്ഞ് നല്ല റെസ്റ്റ് എടുക്കേണ്ട ഒരു സമയമാണ്. അതെല്ലാം സാക്രിഫൈസ് ചെയ്തു, ഇവിടെ കൂടിയിരുന്നു, നമ്മളോടൊപ്പം നിന്നു, നമ്മളെ സപ്പോർട്ട് ചെയ്തു. നമ്മുടെ ഈവൻസിനെല്ലാം അവർ അപ്രീഷിയേറ്റ് ചെയ്തു. നമ്മുടെ എല്ലാ ഈവൻസ് സ്റ്റാർട്ടോട് ഈ സമയം വരെ നമ്മളോട് കൂടിയിരുന്ന ചർച്ചിലെ എല്ലാ മെമ്പേഴ്സിനോടും ഉള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. തുടർന്നും സപ്പോർട്ട് ഇതുപോലെ ചെയ്യണം. നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഒരു പക്ഷേ ഇത്രയും കളർഫുൾ ആയിട്ടുള്ള ഈവൻ്റ് ഒരു സൺഡേ ഈവനിങ് നമുക്ക് ചെയ്യാൻ സാധിച്ചത്. അവരോടുള്ള പ്രത്യേക നന്ദിയും ഒരു പ്രാവശ്യം കൊണ്ട് അറിയിക്കുന്നു. അതുപോലെ ഇതിനെ കോർഡിനേറ്റ് ചെയ്യാനും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുവാനും എക്സ്ട്രാ ടൈം എടുത്ത് വന്ന് സംബന്ധിച്ചു സഹായിച്ചും എല്ലാവരെയും ഓർത്ത് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അവരെല്ലാം ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. വീണ്ടും നമുക്ക് ഒരുമിച്ച് നിന്ന് ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി അധ്വാനിക്കാം. നമ്മുടെ ഐക്യത അത് നമ്മുടെ
നമ്മുടെ സ്പിരിച്വൽ ലൈഫിന് വളരെ എൻകറേജ്മെൻ്റായി തീരുവാൻ സാഹചര്യമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ഈ കാര്യങ്ങളെല്ലാം വളരെ വൃത്തിയായിട്ടും വളരെ അനുഗ്രഹത്തോടും ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ ബലപ്പെടുത്തി. സ്വർഗത്തിലെ ദൈവത്തിന് എല്ലാം മാനവും മഹത്വം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രാർത്ഥനയ്ക്ക് മുൻപായിട്ട് നമുക്കൊരു പാട്ടുകൂടെ പാടി, കാരണം എല്ലാവരും ഒരു മയക്കത്തിലേക്ക് ഇരിക്കുകയാണ് അല്ലേ. ഞാൻ മോളോട് പറഞ്ഞിരുന്നു പ്രാർത്ഥിക്കാൻ വിളിക്കുന്നതിന് മുൻപേ എന്നെ വിളിക്കണം, പക്ഷെ അവൾ വിട്ടുപോയി. അത് പ്രോഗ്രാം ഷീറ്റിൽ എഴുതാത്തത് കൊണ്ട് അവൾ വിട്ടുപോയതാണ്. പാസ്റ്റർ ജോൺ തോമസ് പ്രാർത്ഥിച്ച ആശീർവാദം പറയുന്നതിന് മുൻപേ. കാരണം നമ്മുടെ സെക്രട്ടറി അനൗൺസ് ചെയ്തത് 5 മണിയാണ്. ഞാൻ 8 മണിയെ പ്രതീക്ഷിച്ച്. അപ്പോൾ ചായ അതിന് ശേഷമാണ് ഇവിടുന്ന് പോയി ഇടാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് ചായ ഇതാന്ന് പറഞ്ഞാൽ എല്ലാവരും ബഹളം ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു പാട്ടൊക്കെ പാടി നമുക്ക് അവിടെ പോയി ചായ കുടിക്കാം. ഓക്കെ, ഇപ്പോൾ വേറൊരു പാട്ട് പാടും, നമുക്ക് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം. Praise Lord. यीशु मसीह तेरे जैसा है कोई नहीं, तेरे चरणों में झुके आसमान और महिमा गाए सभी। यीशु तेरे जैसा है कोई नहीं, तेरे चरणों में झुके आसमान और महिमा गाए सभी। हम गाए हो हमारा खुदा, हम गाए हो सना, तू राजाओं का है राजा, तेरी महिमा होए सदा। तू है प्रभु हमारा खुदा। प्यारे पिता, तूने हमसे इतना प्यार किया, हमें पापों से छुड़ाने को अपने बेटे को कुर्बान किया। प्यारे पिता, तूने हमसे इतना प्यार किया, हमें पापों से छुड़ाने को अपने बेटे को कुर्बान किया। हम गाए हो सना, तू राजाओं का है राजा, तेरी महिमा होए सदा। तू है प्रभु हमारा खुदा, हम गाए हो सना, तू राजाओं
പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല പകലിനായി കർത്താവിനെ സ്തുതിക്കുന്നു. വിശുദ്ധ ആരാധനയ്ക്ക് ശേഷമായി IPC ഗ്രീൻ പാർക്ക് സൺഡേ സ്കൂൾ PYP സഹോദരി സമാജം മീറ്റിംഗായി കൂടുവാൻ കർത്താവ് കൃപ ചെയ്തു. ആനിവേഴ്സറി നമ്മളെല്ലാവരും ഒത്തിരി എൻജോയ് ചെയ്തു. ഹലോ, എല്ലാവരും ഒരു മയക്കത്തിലായി അല്ലേ? മയക്കത്തിൻ്റെ ആ ഒരു പ്രോഗ്രാം നടത്തിയിട്ട് അത് 1 മണിക്കൂറേ ആയിട്ടുള്ളൂ. അതിന് മുമ്പ് എല്ലാവരും മയക്കത്തിലോട്ട് പോവുക. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ പ്രിയമുള്ളവരോടും പ്രത്യേകിച്ച് ഞാൻ ആരാധനയിലും പറഞ്ഞു, ഇതിൻ്റെ ആരംഭത്തിലും പറഞ്ഞു, യാതൊരു ഐഡിയയും ആർക്കും ഉണ്ടാകാത്ത നിലയിൽ എല്ലാം വളരെ ഭംഗിയാക്കി തീർത്ത സഹോദരിമാർ, അതുപോലെ PYPയുടെ പ്രത്യേകിച്ച് ബ്രദർ സോണു അതിൻ്റെ പിന്നിൽ ഒത്തിരി അധ്വാനിക്കുവാനിടയായി. കഴിഞ്ഞ സൺഡേ ഇവിടെ വെച്ചു. അതിനുശേഷം ഇടയ്ക്ക് വീണ്ടും വന്നു, ആഡംസുമായിട്ട് ടൈപ്പ് ചെയ്തു. ആഡംസ് ഡ്യൂട്ടിയിൽ നിന്ന് പെട്ടെന്ന് വന്നു, പിന്നെ അവർ പുറത്തു പോയി. അങ്ങനെ പ്രോഗ്രാമൊക്കെ വളരെ സന്തോഷിക്കുവാൻ നമ്മളെല്ലാം ഇടയാക്കിയ ദൈവത്തിന് ഞാൻ നന്ദി അർപ്പിക്കുന്നു. നിങ്ങളുടെ എല്ലാ പരിശ്രമത്തിനും കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നതിൽ ക്രിസ്തുവിൽ സഹോദരന്മാരെ നിങ്ങളുടെ പ്രയത്നം ക്രിസ്തുവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞ് അധികം പ്രയോജനപ്പെടുവാൻ തക്കൊണ്ട് നമ്മെ പ്രബോധിപ്പിക്കുന്ന ആ വചനപ്രകാരം കർത്താവിന് വേണ്ടി പിന്നെയും ശക്തമായി പ്രയോജനപ്പെടുവാൻ സൺഡേ സ്കൂൾ അധ്യാപകർ, കുഞ്ഞുങ്ങൾ, PYPയുടെ എല്ലാ കമ്മിറ്റി മെമ്പേഴ്സിനും സഹോദരി സമാജത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നന്ദി അറിയിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ പരിശ്രമങ്ങളും കർത്താവ് കുറിച്ച് വയ്ക്കുന്നു. അതിനെല്ലാം പ്രതിഫലം നിങ്ങൾക്ക് ധാരാളമായി നൽകട്ടെ എന്ന് ദൈവസ്ഥനിൽ പ്രാർത്ഥിക്കുകയാണ്. ദൈവസ്ഥനിൽ നമുക്ക് എല്ലാവർക്കും നമ്മളെ തന്നെ താഴ്ത്തിക്കൊണ്ട് പിന്നെയും പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വരവോളം ഹല്ലേലൂയ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ വിശ്വസ്തയോടെ ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇപ്പോൾ കർത്താവിൻ്റെ ഒരു ദാസൻ പാസ്റ്റർ ജോൺ തോമസ് അവർ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദത്തോടുകൂടെ നമുക്ക് മീറ്റിംഗ് നിർത്താം. കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. പാസ്റ്റർ ജോൺ തോമസ്. ഇത്ര നേരം ഇരിക്കുമായിരുന്നല്ലോ. ഇനി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നവർക്ക് എഴുന്നേറ്റ് നിൽക്കാം. ക്ലോസ് ചെയ്യുകയാണല്ലോ. കുറച്ച് ഭാഗം എനിക്കിവിടെ ശ്രദ്ധിപ്പാനായി കഴിഞ്ഞു. നന്നായിരുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായ യൂണിറ്റിനെ മാനിക്കട്ടെ. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമായ സ്വർഗ്ഗസ്ഥ പിതാവേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള കഴിവുകളെ തിരുസന്നിധിയിൽ മനസ്സിലാക്കാൻ, പരസ്പരം മനസ്സിലാക്കേണ്ടതിനും അതിൽ കൂടെ അങ്ങയുടെ നാമം മഹത്വമായി മാറേണ്ടതിനും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പലതിലും പ്രോത്സാഹനം ലഭിക്കേണ്ടതിനും കർത്താവ് ഇങ്ങനെ ഒരുക്കിയ ഈ മുഖാന്തരത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. സൺഡേ സ്കൂളിനായി, PYPയുടെ പ്രവർത്തനങ്ങൾക്കായി, സഹോദരി സമാജത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കായി, ദൈവസഭയുടെ വളർച്ചയ്ക്ക് ഇവരുടെ പ്രവർത്തനങ്ങൾ മുൻപിൻ കാലങ്ങളിൽ കർത്താവിൻ്റെ അനുഗ്രഹത്തോടെ നയിക്കേണ്ടതിനായി അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വരും ദിവസങ്ങളിൽ ഇതിൽ വളർച്ചയുണ്ടാകുവാൻ, അനേക യൗവനക്കാർ കർത്താവിലേക്ക് നയിക്കപ്പെടുവാൻ ദൈവമേ അവിടുന്ന് കൃപ നൽകുമാറാകണമേ. ഇന്ന് ഈ മീറ്റിങ്ങുകൾ ചെയർ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കായ സ്തോത്രം. ഇതിൻ്റെ പിൻപിൽ വർക്ക് ചെയ്ത എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ കരുതലും കരുണയും കൃപയും കൂടെ ഇരിക്കണം. വിവിധ പ്രോഗ്രാമുകളിൽ പ്രസൻറ്റ് ചെയ്യുവാൻ തക്കണം പ്രിയപ്പെട്ടവരെ സഹായിച്ചുവല്ലോ. ദൈവമേ അവരോട് കൂടെ ഇരുന്നാട്ടെ. ഇപ്പോൾ ഞങ്ങൾ കടന്നു പോകട്ടെ. അങ്ങയുടെ വരവിനായിട്ട് ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങൾ കണ്ടുമുട്ടുവോളൂ ഇമ്മാനുവിൻ്റെ ചിറകിൽ മറയ്ക്കണമേ. ക്രിസ്തുയേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു, കേൾക്കണമേ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ. പിതൃത്വ പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിൻ്റെ സകല അനുഗ്രഹങ്ങളും വാഴ്വുകളും നമ്മോട് നാം പ്രാർത്ഥിച്ച വിഷയങ്ങളും വിശേഷ സഹോദരി സമാജത്തോടും സൺഡേ സ്കൂളും PYPയോടും അതിൻ്റെ എല്ലാ കർത്താവിൻ്റെ വരവോളം എന്നേക്കും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.